നമ്മുടെ ചീഫ് ഗസ്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ പരിപാടികൾ ആരംഭിക്കാം. ചീഫ് ഗസ്റ്റ് ജോയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടിക്ക് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മെമ്പേഴ്സിനും ഞാൻ ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സഹപാഠി മിസ്റ്റർ ഹരിദാസിന്. ഹരിദാസ് ഒന്ന് എഴുന്നേറ്റുന്ന എല്ലാവർക്കും ഒന്ന് കാണാനാണ്. ഹരിദാസ് IIT പ്രൊഫസറാണ്. അപ്പോൾ ഇത്രയും ഉന്നതിയിൽ നമ്മുടെ ഇടയിൽ നമ്മുടെ സഹപാഠികൾ ഉണ്ടാവുക എന്നൊക്കെ അറിയുമ്പോൾ നമുക്കൊരു അഭിമാനമല്ലേ. അപ്പോൾ ഒരു സ്പെഷ്യൽ വെൽക്കം ഹരിദാസിന്. അപ്പോൾ പിന്നെ നമ്മുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി ഞാൻ തന്നെയാണ്, ട്രഷറർ, ബാക്കി എല്ലാ മെമ്പേഴ്സിനും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പ്രവർത്തന സമിതി നല്ല രീതിയിൽ നമുക്ക് ഈ കുടുംബസംഗമത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. സമയമുണ്ട് 6:30 വരെ ഇവിടെ ചർച്ച നീട്ടിക്കൊണ്ടുപോകേണ്ടി വരുന്ന തോന്നുന്നത്. തീർച്ചയായിട്ടും ചെയ്യാം. എന്തായാലും യോഗം ഏറ്റെടുക്കാൻ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ ഞാൻ പ്രസിഡന്റിനെ ക്ഷണിച്ചോളൂ. പ്രിയമുള്ളവരെ, നമ്മൾ ഇത്തരത്തിൽ ഒരു മീറ്റിംഗ് പെട്ടെന്ന് തീരുമാനിച്ചു. അതിൻ്റെ തീരുമാനിക്കാനുണ്ടായ സാഹചര്യം നമ്മുടെ ഓഫീസ് സന്ദർശിക്കുന്നതിന് വേണ്ടി പ്രശസ്ത സിനിമാ സംവിധായകനും സിനിമാ നടൻ കൂടിയായിട്ടുള്ള ശ്രീ രമേശ് പിഷാരടി വരുമെന്ന കാര്യം നമ്മുടെ പ്രിയ സുഹൃത്ത് ബാബു ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ആ പരിപാടി എങ്ങനെ വേണം, വെറുതെ ഓഫീസിൽ സന്ദർശിച്ച് ഞാനും ഷൈനും അതുപോലെ റഷീദ്, സിദ്ധാർത്ഥൻ, പിന്നെ കുറച്ച് പേര് വരും. ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അനീഫ വരാറുണ്ട്. അനീഫ ഗൾഫിൽ നിന്ന് സ്വദേശി ആയിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ വന്നാൽ പിന്നെ കൊതുക് അടിച്ചിട്ട് ഇവിടെ ഇരിക്കലാണ് ഞങ്ങൾ. റാഫി വരുമ്പോഴേക്കും കൊതുക് കുറച്ചൊക്കെ പോയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഈ കൊതുകിൻ്റെ കടി പിന്നെയും വരുന്നവരുണ്ട്. ഷംസു, സുരേഷ്, കുറേ ആളുകൾ വരുന്നവരുണ്ട്. രാജീവ് പിന്നെ വന്ന് കൊതുകടിച്ച് പനിയായിട്ട് രാജീവ് പോയി. പിന്നെ ഇപ്പോൾ തിരിച്ച് വീണ്ടും വന്നതാണ്. അപ്പോൾ ദിലീപ് ഉൾപ്പെടെ എല്ലാവരും ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഞങ്ങൾ ഒരു തീരുമാനം എടുത്തു. അങ്ങനെ രമേശ് പിഷാരടി വരുമ്പോൾ നമ്മൾ ഒരു പരിപാടി എന്താക്കണം എന്ന് നോക്കി. അപ്പോഴാണ് നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കാം. അപ്പം നമ്മളെ കൾച്ചറൽ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ തനതായ കൾച്ചറൽ പ്രോഗ്രാം നമ്മുടെ സഹോദരിമാർ നടത്തുന്ന ഒരു തിരുവാതിരക്കളി മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളെ മനോജിൻ്റെ പാട്ടുകളുണ്ട്. പിന്നെ നമ്മുടെ പലരുടെയും കവിതകളും എന്തൊക്കെയോ കുറേ പരിപാടികളുണ്ട്. എന്തായാലും നമ്മളുടെ ഈ കൾച്ചറൽ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം അദ്ദേഹത്തെ കൊണ്ട് നടത്തണം എന്നൊരു തീരുമാനം പെട്ടെന്ന് ഐക്യകണ്ഠേന നമ്മൾ എടുക്കുകയുണ്ടായത്. സ്വാഭാവികമായി അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ എല്ലാവരും അത് സന്തോഷപൂർവ്വം സ്വീകരിച്ചു. അപ്പോൾ അതെങ്ങനെ വേണം എന്നതിനെ സംബന്ധിച്ച് തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ ആദ്യം ആ റൂമിൽ നടത്തി തീർക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു. പിന്നെ പറഞ്ഞു അത് പുറത്തേക്ക് ഒന്നുകൂടി മാറ്റണം. അങ്ങനെ മാറ്റി നോക്കുമ്പോൾ ഒരു ബാനർ വേണം, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഗംഭീരമാക്കണം എന്ന നിലയിൽ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ആളുകളൊക്കെ വന്നു. അതാണ് നമ്മുടെ വിജയം. നമ്മളൊരു കാര്യം തീരുമാനിക്കുമ്പോൾ ആ തീരുമാനത്തിനോട് നീതി പുലർത്തുന്നതിന് വേണ്ടി നമ്മൾ നിശ്ചയിക്കപ്പെട്ട ആളിൽ പ്രതീക്ഷയ്ക്ക് അപ്പുറത്ത് ഒരു 10-15 ആളൊക്കെ ഉണ്ടാവുമോ എന്നാണ് ഞാനും ഷൈനും ആദ്യം ആശങ്കപ്പെട്ടത്. ഒരു 10-25 ആളൊക്കെ വന്നിട്ടുണ്ട്, അകലെ നിന്നുള്ളത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, നമ്മുടെ പ്രിയ സുഹൃത്ത് ശ്രീ ഹരിദാസ് ഇന്ന് രാവിലെ നമ്മുടെ സ്കൂളിൽ വന്നിരുന്നു. 38 സംവത്സരങ്ങൾക്ക് മുമ്പ് MRR ഹൈസ്കൂളിൽ നിന്ന് പുറത്തു പോയ ഹരി നമ്മൾ പല ഘട്ടത്തിലും അവിടെ പോയി. പക്ഷേ ഹരി ഇന്ന് വന്നിട്ട് എനിക്ക് അത്ഭുതപ്പെടുത്തി. ഹരി സ്കൂളിൽ വന്ന് കയറിയപ്പോൾ നമ്മളെ സ്കൂളിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ നല്ല ബ്രിക്ക് വിരിച്ച് നല്ല മനോഹരമായിട്ടുണ്ട്. ഹരി ഒന്ന് ഓഫീസിൻ്റെ ഉള്ളിൽ കയറി. പഴയകാലത്തെ ഓഫീസിൽ നമ്മൾ ചെന്ന് കയറുമ്പോൾ ഇടത്തെ ഭാഗത്ത് ഉണ്ടായിരുന്ന നമ്മുടെ ആ അസ്ഥിക്കൂടം
ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആ പഴയ കാലത്ത് ആസ്തികൂടം അവിടെ കാണുന്നില്ല. ഹരി ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ വിളിച്ചു അതുകൂടെ ഇല്ല. പിന്നെ കർത്താവ് മാഷിരിക്കുന്ന സ്ഥലത്ത് വേറെ നമ്മളെ ബഹുമാന്യ പത്മിനി ടീച്ചറുടെ മകള് ശ്രീമതി സന്ധ്യ ടീച്ചറാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ടീച്ചറൊന്നും ഉണ്ടായിരുന്നില്ല. DO കോൺഫറൻസുകാരൻ ടീച്ചർ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഓഫീസിലുള്ളവരൊക്കെ പരിചയപ്പെട്ട് ഹരി പറഞ്ഞത് എനിക്ക് സ്കൂളിൻ്റെ പിൻവശത്തേക്ക് ഒന്ന് പോകണം. അപ്പോൾ ഞാൻ ഏത് ഭാഗത്തേക്കാണ് പോകണമെന്ന് ചോദിച്ചു. നമുക്കൊരു നിരോധിത മേഖല അപ്പുറത്തുണ്ടല്ലോ, എവിടേക്കാണ് പോകണമെന്ന് ചോദിച്ചു. നമ്മൾ ആ ക്ലാസ്സിൻ്റെ 7ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചിരുന്ന ക്ലാസ്സിൽ അറ്റത്തുണ്ട്. അന്ന് എന്നെ പഠിപ്പിച്ച സരോജിനി ടീച്ചറുടെ ക്ലാസ്. ആ ക്ലാസ്സിലേക്ക് ഹരി പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞ് നമ്മൾ പ്രിൻസിപ്പാളുമായി സംസാരിച്ച് നമ്മുടെ സ്കൂളിലെ +2 വിദ്യാർത്ഥികളിലെ കെമിസ്ട്രി എന്ന നിലയിൽ കുട്ടികൾക്ക് ഒരു 15 മിനിറ്റ് സമയം ഹരിയുമായി സംവദിക്കാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാക്കി കൊടുത്തു. തീർച്ചയായും നമ്മുടെ യശസ് വർദ്ധിക്കുകയാണ്. ഹരി വരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെക്കുറിച്ചൊന്നും പറയരുത് എന്ന് ഹരി പറഞ്ഞിട്ടുണ്ട്. നമ്മളൊപ്പം പഠിച്ച് IIT-യിൽ പ്രൊഫസറായി വർക്ക് ചെയ്യുന്നു. അദ്ദേഹം ഡോക്ടറേറ്റ് ഉൾപ്പെടെ അദ്ദേഹം ഒരുപാട് മേഖലയിൽ ഇപ്പോൾ ഇന്ത്യയ്ക്ക് അപ്പുറത്ത് പല രാജ്യങ്ങളിൽ അദ്ദേഹം UK-യിലും ജർമ്മനിയിലും അതുപോലെ ഫ്രാൻസിലൊക്കെ പോയി അവിടെയൊക്കെ പ്രൊഫസറായി സേവനമനുഷ്ഠിച്ച് ഇപ്പോൾ ഡൽഹി IIT-യിൽ ഒരു നിർണായക പോസ്റ്റിൽ അദ്ദേഹം അവിടെ അതിനെക്കുറിച്ചൊക്കെ വീഡിയോസ് പലതും വന്നിട്ടുണ്ട്, വീഡിയോ പലതുമുണ്ട്. അതൊക്കെ നമ്മൾ അഭിമാനം, ആ അഭിമാനാർഹമായ ഒരു ദിവസമാണ് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഹരി ഇന്ന് 4 മണിക്ക് അദ്ദേഹത്തിൻ്റെ ഫാമിലിയുമായി ബന്ധപ്പെട്ട് പല സ്ഥലത്തേക്കും പോകണമെന്ന് ഒരു കാര്യം തീരുമാനിച്ചിരുന്നു. ഞാൻ പറഞ്ഞു ഹരിദാസ് ഇന്നത്തെ ദിവസം ഒന്ന് താങ്കളൊന്ന് എത്തുകയാണെങ്കിൽ. ഹരി പിന്നെ കുറച്ച് കഴിഞ്ഞ് വിളിച്ചിട്ട് ആ പരിപാടി അദ്ദേഹം ക്യാൻസൽ ചെയ്തു. എന്നോട് സമയം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു 5 മണിയാകുമ്പോഴേക്കും പിഷാരടി വരും, ഒരു 5-5:30 ആകുമ്പോഴേക്കും ഹരിദാസിന് പോവാമെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ഹരിദാസിന് 5:30ക്കും പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം നമ്മൾ പിഷാരടി 6 മണിയാവും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ സ്കൂളിൽ പോയി പറയുമ്പോൾ, നമ്മൾ സ്കൂളിലെ ടീച്ചേഴ്സിനോട് സംസാരിക്കുമ്പോൾ പ്രിൻസിപ്പാളൊക്കെ, അപ്പോൾ നമ്മളെ ഒപ്പം പഠിച്ചിരുന്ന ആളുകൾ ISROയുടെ നമ്മളെ നൗഷാദ്, ഡോക്ടേഴ്സ്, നമ്മളിൽ നിന്നിപ്പോൾ വിട്ടുപിരിഞ്ഞു പോയ ശ്രീമതി ലത ഉൾപ്പെടെ അങ്ങനെ വ്യത്യസ്ത മേഖലയിലെത്തിയ ഒരു വലിയ ഒരു സാഹോദര്യ ബന്ധമുള്ള നമ്മുടെ ഗ്രൂപ്പ് ഇന്ന് വീണ്ടും ഒത്തുചേരാൻ പോവുക. 24-ാം തീയതിയാണ് നമ്മുടെ സംഗമം. ഈ പ്രവർത്തക യോഗം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കമ്മിറ്റിയുടെ ഓരോ കൺവീനർമാർ ഇവിടെ ഇന്ന് പങ്കെടുത്തിട്ടുണ്ടാവും. വരാത്ത കൺവീനർമാർ ആ കമ്മിറ്റിയെ സംബന്ധിച്ച് നമ്മൾ റഷീദ് അതിൻ്റെ കാര്യങ്ങൾ വായിക്കുമ്പോൾ ഓരോ കമ്മിറ്റികളും ചെയ്ത പ്രവർത്തനങ്ങൾ വിലയിരുത്തി പോവാം അല്ലേ ഷൈൻ? ഓരോ കമ്മിറ്റികളും ഇവിടെ നമുക്ക് വിലയിരുത്തി പോവാം. പൊതുവായി നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടത് ഏറ്റവും ആദ്യം ഇവിടെ സൂചിപ്പിച്ചു, നമ്മൾ ഗുരുവായൂർ നഗരസഭയിലെ സെക്കുലർ ഹാളാണ് തീരുമാനിച്ചത്. പിന്നെയാണ് നമ്മുടെ റാഫിയുടെ ഈ വീട്, ഈ സ്ഥലം നമ്മൾ എടുക്കണമെന്ന് തീരുമാനിച്ചത്. സത്യം പറഞ്ഞാൽ നമുക്കത് ഒരു ഗൃഹാതുരത്വത്തോടു കൂടി നമ്മുടെ പരിപാടി നമുക്ക് നടത്താൻ കഴിയും. എല്ലാവരും ഐക്യകണ്ഠേനയാണ് ആ തീരുമാനത്തെ സ്വാഗതം ചെയ്തത്. റാഫിയാണെങ്കിൽ വളരെ സന്തോഷപൂർവ്വം ഇവിടെ ഉണ്ടാകുന്ന സൗകര്യങ്ങൾ നമുക്ക് മതിയാവോ എന്ന് ആലോചിച്ചുകൊണ്ട് അദ്ദേഹം കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് റാഫി. അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന നിലയിൽ നമ്മുടെ പ്രചരണ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി നമ്മളിൽ നിന്ന് വരുന്ന ആളുകളല്ലാത്ത വേറെ ആളുകളുടെ പ്രവേശനം ഇവിടെ അല്ല, നമ്മളെ ഫാമിലി മാത്രമേ ഉള്ളൂ. പക്ഷേങ്കിലും ഒരു സ്കൂളിൽ പഠിച്ച ഒരു ബാച്ച് എന്ന നിലയിൽ 83-84 ബാച്ച് ഒരു കുടുംബ സംഗമം നടത്തുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രചരണ നിലയിൽ വലിയ ബോർഡുകൾ നമ്മൾ സ്കൂളിൻ്റെ മുന്നിലും അതുപോലെ ഈ പ്രദേശത്തും ഗുരുവായൂർ ടൗണിലും വയ്ക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു അതിൻ്റെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ബോർഡ് നാളെ ആയിട്ട് ബോർഡ് വയ്ക്കും. രമേഷ് പിഷാരടിയെ കൊണ്ടുവരുന്ന ആൾ വരുന്നുണ്ട്. രമേഷ് പിഷാരടി ഒപ്പം കാണുന്നില്ല. ബാബുവിന് നമ്മളെ പ്രിയ സുഹൃത്ത് ബാബു എത്തിയിട്ടുണ്ട്. അദ്ദേഹം കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ എന്തായാലും കൊണ്ടുവരും, അതിന് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഫുഡിൻ്റെ കാര്യങ്ങളാണ്, അത് കമ്മിറ്റികൾ പറയും. അപ്പോൾ ഓരോ കമ്മിറ്റി അംഗങ്ങളും ഇവിടെ വന്ന് നമുക്ക് ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങൾ ഒന്ന് വിലയിരുത്തിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു സർപ്രൈസ് എന്ന നിലയിൽ നമ്മുടെ പ്രിയ സുഹൃത്ത് ശ്രീ ഹരിദാസ് ഇന്ന് നമ്മോടൊപ്പം എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കുടുംബ സംഗമത്തിൽ ഹരിദാസിനെ എത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തെ
നമ്മളെ കുടുംബത്തെ ഒരാളെ നമ്മൾ അനുമോദിക്കലല്ല. നമുക്ക് കിട്ടിയ ഒരു സൗഹൃദത്തിൽ ഉയർന്ന പദവി അലങ്കരിച്ചത് നമ്മുടെ അഭിമാനമാണ്. ഹരിദാസ് നമ്മുടെ അഭിമാനമാണ്. അതുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഒരു ആദരം ഏറ്റുവാങ്ങാൻ അദ്ദേഹത്തിന് 24-ാം തീയതി നമ്മുടെ കുടുംബ സംഗമത്തിൽ അദ്ദേഹത്തിന് എത്താൻ കഴിയില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഒരു ആദരം നമ്മൾ നൽകുകയാണ്. അതിനുവേണ്ടി പ്രിയ സുഹൃത്തിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മോട് 2 വാക്ക് ഹരി സംസാരിക്കും. ലെക്ചർ എൻ്റെ സ്ഥിരം തൊഴിലാണ്. പിന്നെ നിർത്താൻ പറയുമ്പോൾ നിർത്തുള്ളൂ. കാരണം ഒരു കൊല്ലത്തിലെ എത്ര ലെക്ചർ ഉണ്ടാവും അതിനെ കൂട്ടിയാവട്ടെ, 200 ലെക്ചർ, 500 പിള്ളേർക്ക്. അപ്പോൾ ഇതാണ് സ്ഥിരം തൊഴിൽ. പിന്നെ റിസർച്ച്, ഇതാണ് പിന്നെ ബാക്കിയുള്ള സമയം. അപ്പോൾ ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വേണമെങ്കിൽ സംസാരിക്കാം. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കുറേ ആൾക്കാരുടെ ഫേസ് 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഓർക്കാറുണ്ട്. 12th, പിന്നെ BSc MSc ഞാൻ ആ റൂട്ടിലാണ് പോയത്. ഡിഗ്രി, PhD, പിന്നെ പോസ്റ്റ് ഡോക്ടറൽ പുറത്ത്. പക്ഷെ എല്ലാവരുടെയും മുഖം, സുനിലിൻ്റെ ഒക്കെ എനിക്ക് അതേപോലെ തന്നെ മുഖം ഓർമ്മയുണ്ട്. മനോജ്, കുറേ പേരുടെ. എല്ലാവരെയും കണ്ടതിൽ ഭയങ്കര സന്തോഷം. ഇനി ആരെങ്കിലും നിങ്ങൾ ഡൽഹി വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അറിയിപ്പിക്കാം. IIT ക്യാമ്പസ് 400 acres. നിങ്ങൾക്ക് സ്റ്റേ വക പരിപാടികൾ ഫാമിലി ആയിട്ട് വരുമ്പോഴൊക്കെ തന്നെ അറിയിപ്പിച്ചാൽ ഐ വിൽ ബി ഹാപ്പി ടു ഹെൽപ്പ് യു ഔട്ട്. പിന്നെ ഡൽഹിയിൽ എന്തെങ്കിലും പല ആൾക്കാർക്കും വിളിക്കാറുണ്ട്, ഡൽഹിയിൽ എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി, ഓഫീസ് കാര്യങ്ങൾ. സോ എനി ടൈം യു ആർ ഫ്രീ ടു, നമ്പർ എന്തായാലും ഉണ്ടല്ലോ, നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഐ എം ഹാപ്പി ടു ഹെൽപ്പ് യു ഓൾ ഓഫ്. പിന്നെ നിങ്ങളുടെ മക്കളൊക്കെ എനിക്കറിയാം പലവരും +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞുള്ള ആൾക്കാരായിരിക്കും. ഈ അക്കാഡമിക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മക്കളോട് സംസാരിക്കാൻ പറയാം. ഐ എം ഹാപ്പി ടു ടോക്ക് ടു ദം. നിങ്ങളോട് ഈ വക കാര്യങ്ങളാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് എനിബഡി വേറെ വല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സെലക്ഷൻ പ്രോസസ്സ്, ഫോർ എക്സാമ്പിൾ IITയുടെ എൻട്രി JEE എന്ന് പറഞ്ഞൊരു എക്സാമാണ്, ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ, മോസ്റ്റ് ഡിഫിക്കൽട്ട് എക്സാം. അപ്പോൾ അതിൽ വളരെ കുറച്ച് ആൾക്കാർ, ഇപ്പോൾ കുറേ IIT വന്നുകൊണ്ട് കുറച്ചും കൂടി കിട്ടും. അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ എക്സാം ഓൾ ഇന്ത്യ എക്സാമാണ്. അല്ലാണ്ടുള്ള കുറേ പൊസിഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊരു ഇൻഫ്ലുവൻസ് അല്ല. സോ ഇഫ് യു ഗീവ് എ 1 word ടു ദം, നിങ്ങളുടെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ, സോ ഐ നോ ദ പേഴ്സൺ, സോ ദാറ്റ് മേ ഹെൽപ്പ് ഇറ്റ് അക്ലിയർ. സോ അങ്ങനെ പല കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യാം. എനിക്ക് തോന്നുന്നു മേജർ ഹെൽപ്പ് മക്കളുടെ എഡ്യൂക്കേഷൻ്റെ ടൈമിലാണ്. അവർക്ക് ഏത് കോഴ്സ് എടുക്കണം, എന്ത് കോഴ്സ് എടുക്കണം, ഏത് സ്ട്രീമിൽ പോകണം, ഈ വക കാര്യങ്ങളിലെ പ്രശ്നം നിങ്ങൾ പലപ്പോഴും പല ആൾക്കാരും വിളിക്കാറുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇത്രയധികം ആൾക്കാരിൽ നിന്ന് ആരും ഒരു കോൾ വന്നിട്ടില്ല. പക്ഷേ നിങ്ങൾക്കറിയില്ല ഞാൻ എവിടെയാണ്, അതൊരു കാര്യം. അപ്പോൾ അതിലൊരു ഹെൽപ്പ്, ഹാപ്പി ടു ഡു ഇറ്റ് ഒക്കെ. പിന്നെ വേറെന്താ, പിന്നെ സ്കൂളിൽ പോയി വളരെ എനിക്ക് എല്ലാ ക്ലാസ് റൂമും ഓർമ്മയുണ്ട്. അവിടെ ആ സൈക്കിൾ ഷെഡ്, റാഫിയുടെ സൈക്കിള്, പാർക്ക് ചെയ്ത സ്പീഡോമീറ്ററൊക്കെ ഉണ്ട് ഇതുമായിരുന്നു. അങ്ങനെ ഓരോ ആൾക്കാരെ ഓർമ്മ ഉണ്ട്. അപ്പോൾ ഞാൻ ആ സൈക്കിൾ ഷെഡ് കണ്ടില്ല അവിടെ. സൈക്കിൾ ഷെഡ് പോയി അവിടെ. സൈക്കിൾ ഷെഡ്
പോയി. പിന്നെ നമ്പൂതിരി മാസ്റ്റർ ക്ലാസ് ആ ഒരു സൈഡിലാണ്, അതിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് വേണം. അത് പോയി. പിന്നെ ഒരു മുട്ടായി കിട്ടുന്ന ഒരു വീടുണ്ടായിരുന്നു, അവരൊക്കെ മരിച്ചു. പിന്നെ രാഘവ മാസ്റ്റർ ഡ്രിൽ അതിൻ്റെ ബാക്കിലൊരു സൈഡിലായിട്ടാണ്. സോ ഐ ഹാവ് വെരി ക്ലിയർ മെമ്മറി ആക്ച്വലി. പിന്നെ ഒരു ഓട്ടം ഉണ്ട്, ഒരു 100 മീറ്റർ ഓട്ടം. അവിടുന്ന് തുടങ്ങിയിട്ടൊരു തെങ്ങുണ്ട് അവിടെ, അത് പോയിട്ട് സർക്കിൾ ചെയ്തിട്ട് വരാം. ഒരു ശ്രീനിവാസൻ ഉണ്ടായിരുന്നു, ആളിപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു, ഏറ്റവും നല്ല ഓട്ടക്കാരനാണ് അയാൾ. വേറെ ശ്രീനിവാസൻ ഉയരം കുറഞ്ഞു. അതെ, വെരി ക്ലിയർ മെമ്മറി ഉണ്ട്. പിന്നെ കോഴിക്കുളങ്ങര ഭാഗത്ത് നിന്ന് കുറച്ച് പേരുണ്ട്. പേര് ശരിക്കും ഫേസ് കണ്ടു കഴിഞ്ഞാൽ പിടിക്കാം. ഹരീനറിയാം, ഹരീനറിയാം. ഹരീനറിയാം. ഹരിയുടെ രാധാകൃഷ്ണ, ഹരിയുടെ സിസ്റ്റർ കല്യാണം കഴിച്ച ഒരു മണിയൂരിനാണ്. ഹരിയുടെ ഇല്ലേ? അവിടെ ഹരിയുടെ വീട്ടിലത്തെ രാധാകൃഷ്ണ മാസ്റ്റർ ഒരു മണിയൂരിനാണല്ലോ കല്യാണം കഴിച്ചത്. പ്രകാശ് അല്ലേ? ബിനേഷിന്റെ വീട് പാട്ടുതീക്കത, കോഴിക്കോട്. സോ ഈ മെമ്മറി ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ശരി, താങ്ക് യു. കുറേ കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനാണ് ഞാൻ. പ്രോഗ്രാം നമ്മൾ 24th ഒരു 9 മണിക്ക് സ്റ്റാർട്ടായി 5 മണിക്ക് 9 മണിക്ക് സ്റ്റാർട്ടാവണം. ആ രീതിയിൽ പ്ലാൻ ചെയ്ത് ഒരു 5 മണിക്ക് ജനഗണമന ചെല്ലുന്ന അവസ്ഥയിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നടക്കും, ഭംഗിയായിട്ട് നടക്കും. കാരണം നമ്മൾ കഴിഞ്ഞ കുടുംബസംഗമൊക്കെ വളരെ ഭംഗിയായിട്ട് നടത്തിയതാണ്. പിന്നെ അതിനുശേഷം നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ട്, എല്ലാം പ്ലാൻഡായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വെൽ പ്ലാൻഡാണ്. ഒരുപാട് കമ്മിറ്റികളുണ്ട്. കഴിഞ്ഞ പ്രോഗ്രാമിനൊക്കെ ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് നല്ല വർക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പറഞ്ഞു ഇപ്പോൾ ഈ കാണുന്ന സുഖം ഞങ്ങൾ എല്ലാ ദിവസവും ഇവിടെ അനുഭവിക്കുന്നുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കൊതുകടി, പിന്നെ ഗേറ്റ് അടച്ചാൽ പിന്നെ കൊതുക് വരില്ല. അപ്പോൾ പിന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. ഇത്രയൊക്കെയാണ് നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റിക്കുള്ള ഡ്യൂട്ടികൾ. എല്ലാ ഓവറോൾ കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ സ്റ്റേജിലെ പ്രോഗ്രാംസ് മെയിനായിട്ട് കൾച്ചറൽ പ്രോഗ്രാം ചെയർമാൻ്റെ കയ്യിലൊക്കെ എടുക്കുന്നത് അത് മനീഷാണ്. മനീഷ ഓവറോൾ ചെയ്യും, മനീഷ അതിനെ പറ്റി പറയും. പ്ലസ് എനിക്ക് പറയാനുള്ളത് ഫുഡിൻ്റെ കാര്യം. നമ്മൾ മെനു ഒന്നും ഇപ്പോൾ പറയണ്ടല്ലോ അല്ലേ? ഫുഡിൻ്റെ ചെയർമാൻ ഷംസാണ്. അപ്പം അതിപ്പോൾ ഞാനാണൊക്കെ അതല്ല പ്രോഗ്രാമിൻ്റെ ഫുഡ്. അപ്പം അത് നീ പറയോ അവിടെ? കാരണം ഞാനും ഷംസും കൂടി ഒരു പ്രത്യേക കെമിസ്ട്രിയാണ്. കഴിഞ്ഞ 3 കൊല്ലമായിട്ട് അവനായിരുന്നു ട്രഷറർ, ഞാൻ സെക്രട്ടറി. പക്ഷെ ട്രഷറും സെക്രട്ടറിയൊക്കെ ഞാൻ നിന്നായിരുന്നു. ഇപ്രാവശ്യം ഭാഗ്യത്തിന് സെക്രട്ടറി മാത്രമേ ഉള്ളൂ. ട്രഷറർ റഷീദ് ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് ആ ഒരു ടെൻഷനില്ല. അപ്പോൾ ഫുഡ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വാടാനപ്പള്ളി ഒരു പാർട്ടി വഴിയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വെജ് നോൺ വെജ് 2 സെക്ഷനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സെക്ഷനല്ല, കമ്പൈൻഡ് ആയിരിക്കും. പക്ഷേ ഒരു 25 പേർക്ക് വെജിറ്റേറിയനും 175 പേർക്ക് നോൺ വെജുമാണ് ഇപ്പോൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഡിപ്പെൻഡ്സ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. ലേഡീസ് ഗ്രൂപ്പിൽ നിന്ന് എത്ര ആൾ വരുന്നുള്ള കണക്കുകൾ ഒന്നുകൂടി ഉഷാറാക്കി എടുത്തായിരുന്നു. അപ്പോൾ നമ്മൾ 200 പേർക്ക് ഫുഡ് പറഞ്ഞുള്ളത്. അപ്പോൾ ഫുഡ് നമ്മൾ 200 പേർക്ക് പറഞ്ഞിട്ട് 150 ആളായ 50 പേരെ ഫുഡ് വേസ്റ്റ് ആവുന്ന ഒരു അവസ്ഥയാണ്. അപ്പം അത് വരാതെ ഓൾമോസ്റ്റ് ഒരു കറക്റ്റ് ഫിഗറിലേക്ക് എത്തണം. പിന്നെ ഫുഡ് ഐറ്റം ഒന്നും പറയണ്ട, അതൊക്കെ നമുക്ക് വന്നിട്ട് കഴിക്കുന്ന സമയത്ത് കാണാം. പിന്നെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടാവും, പിന്നെ ഡെസേർട്ട് ഉണ്ടാവും, ഈവനിങ്ങിൽ ടീ ഉണ്ടാവും, ചായയും അതിൻ്റെ സ്നാക്സൊക്കെ ആയിട്ടുള്ളൊരു ഫുഡാണ് ഫുഡ് കമ്മിറ്റി തീരുമാനിച്ചു വെച്ചിട്ടുള്ളത്.
പിന്നെ അടുത്ത കമ്മിറ്റി ഏതാ ഇനി? ട്രോഫി കമ്മിറ്റിയുടെ ആളാരാ? ദിലീപ്. അപ്പൊ ദിലീപിന് പറയാം. ഞാൻ പറയണ്ട, ദിലീപ് പോവാ. മനീഷ് ഉണ്ടല്ലേ, മനീഷ് കൾച്ചറൽ പ്രോഗ്രാമിന് മനീഷ് ഒന്ന് വിവരിച്ചോ. പ്രിയ സുഹൃത്തുക്കളെ, സഹപാഠികളെ, നമ്മളുടെ 24-ാം തീയതി നിശ്ചയിച്ച പരിപാടിയിൽ കൾച്ചറൽ പ്രോഗ്രാമിന് ഏകദേശം ഒരു 20ഓളം എൻട്രീസ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ ആയിട്ട് 20ഓളം എൻട്രീസ്. പാട്ട്, ഡാൻസ്, കവിത, നാടൻ പാട്ട് അങ്ങനെയൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. 30-ാം തീയതി ആയിരുന്നു അത് ക്ലോസ് ചെയ്യാനുള്ള ഡേറ്റ്. പക്ഷെ ഇനി ആരെങ്കിലുമൊക്കെ പങ്കെടുക്കണമെങ്കിലും കുഴപ്പമൊന്നുമില്ല, പറഞ്ഞാൽ മതി. പിന്നെ അതിനുള്ള മറ്റു കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ നല്ലൊരു സൗണ്ട് സിസ്റ്റം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഒരു പ്രൊഫഷണൽ സൗണ്ട് സിസ്റ്റം തന്നെയാണ് ഗാനമേളയ്ക്കൊക്കെ പോണേ. പിന്നെ 23-ാം തീയതി ശനിയാഴ്ച നമ്മൾ 9 മണി മുതൽ ഇവിടെ തന്നെ റിഹേഴ്സൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് എല്ലാവരും ശ്രദ്ധിക്കുക. 23-ാം തീയതി ശനിയാഴ്ച നമ്മൾ ഇവിടെ 9 മണി മുതൽ റിഹേഴ്സൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. അന്നും സൗണ്ടൊക്കെ ഉണ്ടാവും. സൗണ്ടിലൊക്കെ പാടി പരിചയമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ആ ട്രാക്കൊക്കെ ഇട്ട് പാടാനും 9 മണിക്ക് തന്നെ എല്ലാവരും എത്തിച്ചേരുക. ഡാൻസിൻ്റെ ആയാലും എല്ലാ കലാപരിപാടികളുടെയും റിഹേഴ്സൽ ശനിയാഴ്ച തലേദിവസം 9 മണി മുതൽ 5 മണി വരെ ഇവിടെ ഉണ്ടായിരിക്കും. എല്ലാവരും പങ്കെടുക്കുക. ഇത്രയൊക്കെ കാര്യങ്ങളെ കൾച്ചറൽ പ്രോഗ്രാമിനെ പറ്റി പറയാനുള്ളൂ. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മൾ ഈ പരിപാടി വൻ വിജയമാക്കുക. നന്ദി, നമസ്കാരം. പിന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം നമ്മുടെ അനീഫ നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അനീഫിനെ നമ്മളൊന്ന് അനുമോദിക്കണം. ഞങ്ങൾക്ക് എന്നും ഗ്രൂപ്പിൽ ഏറ്റവും പ്രചോദനം നൽകുന്ന ആളാണ്. ഇനി അവിടെ ഇരുന്നാൽ പോരാ, ഇവിടെ എത്തണം എന്നുള്ളതിൽ 2 പേര്, അനീഫും ഫൈസൽ. അപ്പോൾ അനീഫ, ഫൈസൽ ഒന്ന് ഫ്രണ്ടിലേക്ക് വരാം. 2 പേര് നമ്മളെ പ്രോഗ്രാം ഗംഭീരമാക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു ബിഗ് ഹാൻഡ്സ് കൊടുക്കുക. അല്ല, പ്രിയ സഹപാഠികളെ, കേൾക്കണ്ടല്ലോ? സൗണ്ട് വളരെ കുറവാണ്. അതാണ് ഞാൻ പ്രത്യേകം സ്പീക്കർ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമൊക്കെ അടിച്ചു പൊളിച്ച് പോകുന്നുണ്ട്. നമ്മുടെ ട്രോഫി കമ്മിറ്റി ചെയർമാൻ മിസ്റ്റർ ദിലീപും കൺവീനർ മിസ്റ്റർ അശോകനുമാണ്. അവർ വളരെയധികം നമ്മുടെ ട്രോഫിക്ക് വേണ്ടി പല കടകളിലും ഇതിൻ്റെ പ്രൈസ് നമ്മുടെ മറ്റുള്ളവരുടെ കാശ് ഉപയോഗിക്കാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പരമാവധി നല്ല പ്രൈസിലും നല്ല ക്വാളിറ്റിയിലുള്ള സാധനം ഞങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അവർ ഒരുപാട് കടകളിലൊക്കെ പോയി അന്വേഷിച്ചിട്ടുണ്ട്. കുന്നോളത്ത് തന്നെ 2-3 കടകളിൽ പോയി. അതേപോലെ പാവർട്ടിയിൽ പോയിരുന്ന പാവർട്ടിയിൽ നമ്മുടെ മനോജ് പോയി അന്വേഷിച്ചിരുന്നു. അങ്ങനെ പറ്റാവുന്ന ആൾക്കാരൊക്കെ അന്വേഷിച്ച് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കി അവസാനം ഞങ്ങൾ മറ്റത്ത് പോയപ്പോഴാണ് ഏറ്റവും കുറഞ്ഞ വിലയിലുള്ള ഒരു നമുക്ക് അനുയോജ്യമായിട്ടുള്ളൊരു മെമൻറ്റോ ലഭിച്ചത്. അത് ഷംസുവിൻ്റെ കെയർ ഓഫിലാണ് പോയത്. പ്രത്യേകം എടുത്ത് പറയുന്നത് ഷംസുവാണ് അത് മറ്റത്ത് പോകാൻ പറഞ്ഞത്. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മറ്റത്ത് തന്നെയാണ് നമ്മുടെ സെക്രട്ടറി ഓർഡർ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് കുറച്ച് നല്ല പ്രൈസിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് മാക്സിമം പ്രൈസ് കുറഞ്ഞ രീതിയിൽ നമുക്കത് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ പ്രോഗ്രാമിന് എല്ലാവർക്കും നമ്മുടെ വരുന്ന കുട്ടികൾക്കൊക്കെയാണ് പ്രത്യേകമായിട്ട് നമ്മൾ മൊമെൻ്റ് കൊടുക്കാനൊക്കെ അവർക്കൊരു പ്രോത്സാഹനം എന്ന രീതിയിൽ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ചായയൊക്കെ നന്നായിട്ടുണ്ടല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഉഷാറില്ലേ? ചൂടില്ലെങ്കിൽ ശംസുവിനെ പിടിക്കണേ. ചായ ചൂടില്ല. രാവിലെ ഉണ്ടാക്കി വെച്ച ചായ ആയിരിക്കും, ഇപ്പോഴേ കൊണ്ടുവരും. പിന്നെ ഉള്ളത് നമ്മുടെ പബ്ലിസിറ്റി ചെയർമാനാണ്. നമ്മുടെ പബ്ലിസിറ്റി ചെയർമാൻ ജുലാജു ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ദുബായിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞാനിവിടുന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഭംഗിയായിട്ട് പോകുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളത് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ ഉള്ളത് ഫൈനാൻസാണ്. ഫൈനാൻസൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. നമ്മുടെ സഹപാഠികളൊക്കെ വളരെയധികം സഹകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച്
വനിതാ മെമ്പേഴ്സൊക്കെ വളരെയധികം സഹകരിച്ചിട്ടുണ്ട് നമ്മുടെ കാര്യത്തിൽ. അവരാണിപ്പോൾ എല്ലാവരും നമ്മുടെ പൈസ കിട്ടിക്കഴിഞ്ഞ ഒരുവിധം 2 പേര് മാത്രമേ എനിക്ക് കിട്ടാത്തുള്ളൂ, ബാക്കി എല്ലാവരും കിട്ടിക്കഴിഞ്ഞു. പക്ഷെ നമ്മുടെ മെയിൽ ഗ്രൂപ്പിലെ ആൾക്കാർ കുറച്ച് പിന്നോക്കമാണ്. എത്രയും പെട്ടെന്ന് എല്ലാവരുടെയും പൈസ എല്ലാവരും നേരത്തെ എത്തിക്കുക. പൈസ മറക്കണ്ട, പൈസ എത്രയും പെട്ടെന്ന് തന്ന് നമ്മളെ പരിപാടി വമ്പിച്ച് വിജയമാക്കണം. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മുടെ ഓഫീസൊക്കെ അടിപൊളിയായിട്ട് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും നമ്മളിവിടെ വന്നിട്ട് ഓരോ പ്രോഗ്രാമുകൾ ചാർട്ട് ചെയ്യുന്നുണ്ട്. ഇനിയുള്ളത് നമുക്ക് പരസ്യങ്ങൾ പിടിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി 10-ാം തീയതിക്ക് ശേഷം, പെരുന്നാളിന് ശേഷം നമ്മൾ ഓരോ കടകളിൽ പോയിട്ട് പരസ്യങ്ങൾ പിടിക്കാൻ അവിടെ നിന്നും ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ അതിനുവേണ്ടി മെനക്കെടുന്ന എല്ലാ നമ്മുടെ സഹപാഠികൾക്കും വളരെയധികം നന്ദിയുണ്ട്. അപ്പൊ അടുത്ത നമ്മുടെ പ്രോഗ്രാമിലേക്ക് എടുക്കാം. ഷംസുവിന്റെ എന്താ പ്രശ്നം? വരൂ പറയൂ. ഷംസ് ഒരു പ്രത്യേക കാര്യം എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ എല്ലാവരും ഒരു 5-10 ആളൊക്കെ വൈകുന്നേരം ഇവിടെ കൂടും. അപ്പോൾ കെറ്റിലും ചായപ്പൊടിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ബ്ലാക്ക് ടീ അടിക്കും, പക്ഷെ കടിയൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഇവിടെ ചുറ്റുവട്ടത്തുള്ള വീട്ടുകാരൊക്കെ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്തേക്കുകയാണെങ്കിൽ വൈകുന്നേരം ഞങ്ങൾക്കതൊരു നേരം പോക്കായിരുന്നു. ഷംസു ഇന്നര ചെന്നാ തരാന്ന് പറഞ്ഞിട്ടാ വൈകുന്നേരത്തെ ചായക്കുള്ള കടി. ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്, കളിയാക്കിയതല്ല. ഭയങ്കര ബുദ്ധിമുട്ട്. അതിനായിട്ട് തന്നെ ഇവിടുന്ന് പഴംപൊരി മേടിക്കല്ലേ. പിന്നെ നമ്മുടെ ഹരി, നമ്മുടെ കുറേ നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ്. 10C-യിലായിരുന്നു അദ്ദേഹം പഠിച്ചിരുന്നത്. ഞാനും മുരളി, ഫ്രാൻസിസ്, ഹരി ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരായി പോയി. ഞാനിപ്പോഴും ചെറുതാണ്, താഴെയാണ്. താങ്ക് യു ഷംസു. കട്ട്ലേറ്റ് തന്നതിൽ നന്ദിയുണ്ട്. കുഴപ്പമില്ല. പിന്നെ അപ്പം ഹരി നല്ല രീതിയിൽ ഡൽഹിയിലൊക്കെ നല്ല രീതിയിൽ പ്രവർത്തനം, ഞാൻ വീഡിയോകളൊക്കെ കാണാറുണ്ട് അദ്ദേഹത്തിൻ്റെ. വളരെയധികം നമുക്ക് അഭിമാനിക്കാവുന്ന സംഗതികളൊക്കെയാണ് അതൊക്കെ. അതുപോലെ മുരളി ആഫ്രിക്കയിലാണുള്ളത് ഇപ്പം. അദ്ദേഹം ഇടയ്ക്ക് വന്നിരുന്ന് കാണാറുണ്ട്. അവരൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമാണ്. നമ്മൾ ആ പഴയ കാലങ്ങളൊക്കെ ഓർമ്മ പുതുക്കാന്ന് പറഞ്ഞാൽ വലിയൊരു സന്തോഷമാണ്. അതിനൊക്കെ ഈ കൂട്ടായ്മ വലിയൊരു കാര്യം തന്നെയുണ്ട്. നമ്മുടെ ഈ 83-84 എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം തന്നെയുണ്ട്. ഒരുപാട് നമ്മുടെ ആ പഴയ കാലത്തെ ഓർമ്മകളൊക്കെ ഒരുപാട് നമുക്ക് മാനസികമായിട്ട് വളരെ സന്തോഷം നൽകുന്നുണ്ട്. അതുപോലെ നമ്മുടെ BSNL പ്രദീപ്, അദ്ദേഹമൊക്കെ വളരെ മുടിയുള്ള വ്യക്തിയായിരുന്നു. പ്രമോദ് വളരെ മുടിയായിട്ട് ഇപ്പൊ കണ്ടില്ലേ അവസ്ഥ, ഭയങ്കര ഹിപ്പിയായിരുന്നു. അന്ന് ഞങ്ങളൊക്കെ ഒരുമിച്ചായിരുന്നു പഠിച്ചിരുന്നു. അപ്പൊ ഇപ്പോഴേ നമ്മളൊക്കെ വയസ്സായിരുന്ന പ്രമോദിനെ കാണുമ്പോഴാണ് എനിക്ക് വയസ്സായെന്നൊക്കെ തോന്നണേ. നമ്മളൊക്കെ എപ്പോഴും ചെറുപ്പം എന്നുള്ളതാണ് ആ ഒരു മനസ്സിലൂടെയാണ് പോകുന്നത്. അപ്പൊ അതുപോലെ നമ്മുടെ റാഫി നമ്മൾ ഈ സ്ഥലം ഓഫീസിന് വേണ്ടി തന്നപ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷം ഉണ്ടായിരുന്നു. ഇത്രയും നല്ലൊരു സ്ഥലം ഉണ്ടായിട്ട് നമ്മൾ എന്തിനാണ് വെറുതെ അവിടെ ഈ വേറെ സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് നമ്മൾ പ്രോഗ്രാം നടത്തുന്നത്? ഇത്രയും നല്ല സ്ഥലം ഉണ്ടായിട്ട് പിന്നെ നമ്മൾ എന്തിനാണ് മറ്റുള്ളവർക്ക് അന്വേഷിക്കുന്നത്? അപ്പൊ തന്നെ നമ്മൾ ഈ സ്ഥലം കണ്ടപ്പോൾ തന്നെ നമ്മളത് ഉറപ്പിക്കുകയാണ്. അപ്പൊ അദ്ദേഹം സന്തോഷമായിട്ട് നമുക്ക് ഈ സ്ഥലം തന്നതിൽ വളരെ നന്ദിയുണ്ട്. അദ്ദേഹത്തിന് ഒരു ബിഗ്. പിന്നെ ഇനി ഇതൊന്നും ഇല്ലട്ടെ, പ്രോഗ്രാമിനൊക്കെ അടിപൊളിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് റാഫി. അതിന്റെ ഭാഗമായിട്ട് ഇതിപ്പോ ഇന്നലെ പെയിന്റ് അടിച്ചാണ്. അതിന്റെ ഉള്ളിലൊക്കെ റൂം നമുക്ക് തരാന്നിട്ടുണ്ട്. ബാത്റൂം ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാവർക്കും ഒരുമിച്ച് മൂത്രമൊക്കെ ഒരു കുഴപ്പമില്ല. ഇഷ്ടംപോലെ ബാത്റൂം ഉള്ളത്. ടൈല് വിരിക്കുന്നുണ്ട്. പിന്നെ റോഡ് സൈഡ് കംപ്ലീറ്റ് ടൈല് വിരിച്ചിട്ടുണ്ട് അദ്ദേഹം നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. അവിടെ തൊട്ട് അവിടം വരെയുള്ള മൊത്തം റോഡ് സൈഡ് നമുക്ക് വേണ്ടിയിട്ട് അത് ക്ലിയർ ആക്കി തന്നിട്ടുണ്ട്. അതുപോലെ ഇവിടൊക്കെ ടൈലുണ്ടാവും, ടൈല് വരും. പിന്നെ നമ്മുടെ ജൈവ പച്ചക്കറി വേണമെങ്കിൽ ഇവിടെ കൊടുന്ന് വെക്കാം ആ സമയത്ത്, അതൊക്കെ ഉണ്ടാവും. പിന്നെ ബ്ലാക്ക് സോൾജർ ഫ്ലൈസിന്റെ ലാർവകൾ കൊണ്ടുവരാം. ഇതൊക്കെ നമുക്ക് ഒരു ആൾക്കാർ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ, ഇതൊക്കെ നമുക്ക് ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളൊക്കെ. ഒരു മിനിറ്റ് ഇട്ടാ. അപ്പൊ എന്തായാലും അടുത്ത നമ്മളെ പ്രിയപ്പെട്ടവര്, നമ്മുടെ വൈസ് പ്രസിഡന്റ് ശ്രീ മനോജ് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതാണ്. അദ്ദേഹം കൾച്ചർ കമ്മിറ്റി കൺവീനർ കൂടിയാണ്. ഒരു 2 വാക്ക് സംസാരിക്കാം.
ചെരുപ്പ് വരണ്ട, ചെരുപ്പിട്ടുള്ളൂ, കുഴപ്പമില്ല. ആ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു സായം സന്ധ്യ നേരുന്നു. സൗണ്ട് കുറവുണ്ട്, ആയിക്കോട്ടെ. അപ്പോൾ കൾച്ചർ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് വിശദമായിട്ട് നമ്മുടെ മനീഷ് സംസാരിച്ചു. എന്നിരുന്നാലും തലേ ദിവസം ഇവിടെ നമ്മൾ അതിൻ്റെ റിഹേഴ്സൽ പ്രോഗ്രാം ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക അതിൽ. അപ്പോൾ നമ്മൾക്ക് മൈക്കൊക്കെ വെച്ചിട്ട് റിഹേഴ്സൽ നടത്തുമ്പോൾ നമ്മൾക്ക് ഒന്നും കൂടി അന്നത്തെ ദിവസം നല്ല കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ എല്ലാവരും അതിന് തയ്യാറായിട്ട് വരിക. പിന്നെ പാട്ടൊക്കെ പാടുന്നവരും എല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നല്ല നല്ല ഭംഗിയായിട്ട് നമുക്കിവിടെ അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട് തലേ ദിവസം റിഹേഴ്സൽ കൂടി ആവുമ്പോൾ നമുക്ക്. അപ്പോൾ അത് ആണ് ഇപ്പോൾ പ്രത്യേകിച്ചായിട്ട് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. എല്ലാവരും നല്ല പെർഫോമൻസ് ആയിട്ട് നമുക്ക് ഇപ്രാവശ്യത്തെ കുടുംബസംഗമം തകർത്ത് ഒരു വഴിക്കാക്കണം. അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ, പ്രത്യേകിച്ച് ഇതിനെ പറ്റിയിട്ട് കൾച്ചർ പ്രോഗ്രാമിനെ കുറിച്ചിട്ട്. ഓക്കെ, താങ്ക് യു. നമ്മുടെ ലത, അതുപോലെ സുബൈദ, ബാക്കി എല്ലാവർക്കും ഓരോരുത്തർക്കും ഒന്നും പറയാം. സുബൈദ, അതല്ല, നമ്മൾ അതിൽ ഒരു പറയപ്പെടേണ്ട ഒരു സംഗതി, നമ്മൾ ഈ പ്രചരണത്തിൻ്റെ ഭാഗമായി വോയിസ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ നമ്മുടെ സുഹൃത്ത് സുബൈദ കൊടുത്ത വോയിസ് വളരെ മനോഹരമായിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ നിന്ന് പരിചയസമ്പന്നയായ ഒരു ഫീമെയിൽ സൗണ്ട് എന്ന നിലയിലാണ് സുബൈദയുടെ ആ വോയിസ് ഉണ്ടായത്. അപ്പോൾ അത് സുബൈദ, ഞാനത് അപ്പോൾ തന്നെ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. ഞാനൊരു ആ മേഖലയിലൊക്കെ നിൽക്കണ കാരണം എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു അത്. അപ്പോൾ അത് നമ്മളെ ആളുകളിൽ വ്യത്യസ്ത തരത്തിൽ, ഇപ്പോൾ സുബൈദയൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ കുടുംബിനിയായി അങ്ങനെ അങ്ങോട്ട് മക്കളായി പേരക്കുട്ടികളായിട്ട് അങ്ങോട്ട് മാറിയിട്ടുള്ളൂ. ഒരു 15 വർഷം മുമ്പ് നമ്മുടെ ഈ ഒത്തൊരുമ ഉണ്ടെങ്കിൽ സുബൈദ വേറൊരു മേഖലയിലേക്ക് എത്തിപ്പെടുമായിരുന്നു എന്നാണ് ഞാൻ വെറുതെ പറയല്ല. അപ്പോൾ അത് നന്നായിരുന്നു. അപ്പോൾ സുബൈദയുടെ സ്പീച്ച്, അത് ടോക്ക്, വോയിസ്, അത് വളരെ ഉച്ചാരണ ശുദ്ധിയോടുകൂടി, അക്ഷരസ്ഫുടതയോടുകൂടി അത് ആളുകളെ ക്യാച്ച് ചെയ്ത് അത് നമ്മൾ സഞ്ചരിപ്പിക്കാൻ കഴിയും. സ്പീച്ചിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, നമ്മൾ വെറുതെ അങ്ങനെ പറയുക എന്നുള്ളതല്ല. അപ്പോൾ അത് വളരെ മനോഹരമായിരുന്നു. അപ്പോൾ സുബൈദയ്ക്ക് 2 വാക്ക് സംസാരിക്കാം, അതുപോലെ നമ്മൾ ലതയ്ക്ക് സംസാരിക്കാം, പിന്നെ അമ്പിളി ഉണ്ട്, അതുപോലെ സേതുലക്ഷ്മി, ഒരുപാട് ആളുകളുണ്ട്, ലളിതാംബിക തുടങ്ങിയ ഓരോരുത്തരും പേരെടുത്ത് ഞാൻ പറയണില്ല. അപ്പോൾ ഓരോരുത്തരും വന്നിട്ട് സംസാരിക്കണം. അനീഫ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി അദ്ദേഹം വന്നതാണ്. അല്ല, അത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം നമ്മളെ ജനറൽ ബോഡി കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ജനറൽ ബോഡി യോഗം ചേരുന്ന സമയത്ത് അന്ന് അതിനു വേണ്ടി അദ്ദേഹം 2 ദിവസത്തെ ലീവ് എടുത്ത് വന്ന ആളാണ്. അന്ന് ഈ എന്താ പറയുക, ക്വാറന്റൈനൊക്കെ വേണം. അപ്പോൾ എന്തായാലും പറഞ്ഞു എന്നോട്, അദ്ദേഹം ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, സുനില ഞാൻ വരും, ക്വാറന്റൈൻ ഉണ്ടെങ്കിൽ ഞാൻ ആ ഓഡിറ്റോറിയത്തിൻ്റെ ഒരു സൈഡിൽ എവിടെയെങ്കിലും ഇരുന്നോളാം, എന്നാലും ഞാനതിൽ പങ്കെടുക്കും. അതൊക്കെ നമ്മളോട് കാണിക്കുന്ന നമ്മുടെ ആ ഗ്രൂപ്പിൻ്റെ ഒരു കെട്ടുറപ്പിൻ്റെ ഭാഗം തന്നെയാണ്. അത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണത്. അപ്പോൾ അനീഫ വന്നിട്ടുണ്ട്, അനീഫ വളരെ മുമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അനീഫ 2 വാക്ക് സംസാരിക്കാൻ അനീഫയെ ക്ഷണിക്കുന്നു. അനീഫനെ വിളിച്ചപ്പോൾ ലത പറയും, പണ്ട് സ്കൂളിൽ 10ാം ക്ലാസ് ടീലാണ് ഞാൻ, അനീഫ, ലത, സുബൈദ. കുറച്ച് മാന്യന്മാരൊക്കെ 10ാം ക്ലാസ് ടീലായിരുന്നു. ഷൈൻ, ഞാൻ, പിന്നെ അനീഫ, ഷംസു പിന്നെ എല്ലാവരും പഠിച്ചിട്ടുണ്ട്, മനീഷ്, പിന്നെ സുബൈദ, ലത, പിന്നെ ഇന്ദിര, പിന്നെ ഇവരൊക്കെ പിന്നെ അങ്ങനെ ഇനി വരാതിരിക്കണല്ലോ. 10ാം ക്ലാസ് ടീ എന്ന് പറഞ്ഞാൽ അന്നത്തെ നമ്മളെപ്പോഴും ഈ IIT അവിടേക്കൊന്നും പോവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അത് 10ാം ക്ലാസ് ഏക്കാര് ഡീക്കാരൊക്കെ പോയി. അപ്പോൾ ഞങ്ങൾ അന്നത്തെ കാലത്ത് ആ 10ാം ക്ലാസ് ഡീക്കാർ തന്നെ ഇപ്പോഴും കൂടുതലുണ്ടാവും ഇവിടെ. നമ്മുടെ വളാഞ്ചേരി ട്രെയിനിങ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ ശ്രീ പീറ്റർ ചാക്കോ, അദ്ദേഹം അവിടുത്തെ
D.Ed വിദ്യാർത്ഥികളുടെ കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്. മൂപ്പര് ഒരുപാട് ടീച്ചർമാരെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പീറ്റർ ചാക്കോ. പീറ്റർ ഒരു 2 വാക്ക് സംസാരിച്ചു ഈ പ്രവർത്തനം സംബന്ധിച്ച്. പീറ്റർ വാ. പീറ്റർ അവിടുത്തെ പ്രിൻസിപ്പാളാണ്. പീറ്റർ സംസാരിച്ചാൽ നിർത്തില്ല. എത്രയും പ്രിയ സുഹൃത്തുക്കളെ, സഹപാഠികളെ, നമസ്കാരം. ഞാൻ 10A പഠിച്ചിരുന്നത്. 10A ഇവിടെ കുറവാണ്. അശോകം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അർജുനും ഉണ്ട്, ഫൈസലും ഉണ്ട് എന്നുള്ള കാര്യമാണ്. റഷീദ് 10A 10C ഞാൻ ഇവിടുന്ന്. പിന്നെ അനിൽ എൻ്റെ ഒപ്പം പഠിച്ചാണ്. അനിലിൻ്റെ വൈഫ് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനും അനിലും തൊട്ട് ഇരുന്ന ഒരു കുട്ടികളായിരുന്നു എന്നുള്ള കാര്യമാണുള്ളത്. പിന്നെ PDക്ക് ശ്രീഷോളയിലായിരുന്നു, സുനിലായിരുന്നു, പ്രമോദിനെ അറിയണ്ടാവും എല്ലാ ഗ്രൂപ്പിലും 10D അറിയണ്ടാവും എല്ലാവരും. പ്രമോദ് എന്ന് വിളിച്ചിരുന്നു. ഞാൻ 5 മനോജൻ്റെ ഒപ്പം പഠിച്ച കേട്ടോ, കണ്ടു മറന്നിട്ടില്ല. പ്രമോദ് എന്നെ രാവിലെ വിളിച്ചിരുന്നു, പോകണ്ടോന്നൊക്കെ. ഞാൻ വന്നോ, ഞാൻ കൊണ്ടുവരാനൊക്കെ പറഞ്ഞു. വന്നില്ല, കുറച്ച് പ്രയാസത്തിലേക്കാണ് ആള് എന്നുള്ളത്. അപ്പം ഞാനും പ്രമോദ് 5ാം ക്ലാസ് തൊട്ട് എൻ്റെ ഒപ്പം പഠിച്ചാണ് PDയിൽ വരെ. പ്രമോദും ഞാനായിരുന്നു. അപ്പോൾ നമ്മളെ സഹപാഠികളാകുമ്പോൾ ഒരു ഔപചാരിക ചടങ്ങൊന്നും പറയണ്ടല്ലോ, അല്ല എന്തെങ്കിലും പറയണ്ടല്ലോ. അപ്പോൾ A1 PDയിൽ ശ്രീകൃഷ്ണോളേൻ്റെ സംഗമം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അനുബന്ധമായിട്ട് ഇപ്പോൾ ജൂലൈ 17 നടക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ഞാനും പ്രമോദും സുനിലും ഉണ്ട്. അപ്പോൾ ആദ്യം ക്ലാസ് കട്ട് ചെയ്തതിൽ സുനിൽ ഇടയ്ക്ക് കട്ട് ചെയ്യും. അപ്പോൾ എനിക്കും പ്രമോദനും പേടിയായിരുന്നു എങ്ങനെ ക്ലാസ് പിന്നെ കൂടെ ഇറങ്ങി പോകാനുള്ളത്. അങ്ങനെ സുനിൽ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇറങ്ങാൻ നിങ്ങളെന്ന് കണ്ട് എന്നെ ആദ്യം ഞങ്ങൾ ഇറക്കി എന്നുള്ള കാര്യം. അത് വലിയൊരു വഴിത്തിരിവ് തന്നെയായിരുന്നു. പിന്നെ അവിടുന്ന് ക്ലാസ്സുകളൊന്നും കണ്ടിട്ടില്ല. A1 ഞാനും പ്രമോദും അന്ന് പുറത്തിറങ്ങാൻ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ സുനിൽ നിങ്ങൾ ഇറങ്ങാൻ വേണ്ടി ഞാൻ പോകാന്ന് പറഞ്ഞിട്ട് വേഗം ഇറങ്ങലും അതിനൊപ്പം ഞാനും പ്രമോദം ഇറങ്ങിയതാണ് ഓർമ്മയിലുള്ളത്. അത് ഇന്നും ഏത് സമയത്തും എനിക്ക് ഓർമ്മയിലുണ്ട്. ശ്രീകൃഷ്ണോള എന്ന് പറഞ്ഞാൽ അതൊരു ഓർമ്മയാണ്. പിന്നൊരു വേറെ തിരിവായി. പിന്നെ ഇവിടുന്ന് ശ്രീകൃഷ്ണോളയിൽ കഴിഞ്ഞ് ഷൈനൊക്കെ വളരെ അടുപ്പായിരുന്നു അന്ന്. ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഏറ്റവും ഷൈൻ ഏറ്റവും ഞാൻ സുനിലും പ്രമോദാൻ A1 പിന്നെ ശ്രീകൃഷ്ണോളയിൽ കഴിഞ്ഞ് പിന്നെ സെൻറ് തോമസിൽ പോയി തൃശ്ശൂർ. അവിടുന്ന് PG എടുത്തു. B.Ed യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്തു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. പിന്നെ 3.5 കൊല്ലം ICAയുടെ +2 വർക്ക് ചെയ്തിരുന്നു. പിന്നെ 24 കൊല്ലമായിട്ട് DLEDൻ്റെ ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, കോളേജൊന്നുമല്ല. അതിൽ വർക്ക് ചെയ്യും. 17 വർഷമായി HM ആയിട്ട് ജോലി ചെയ്യുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഒരു അക്കാഡമി സംബന്ധമായ കാര്യങ്ങൾ. ഇതൊക്കെയാണ്. എന്തായാലും സന്തോഷമുണ്ട്. ഒരിക്കലും മറക്കില്ല. എല്ലാ ബാച്ചും പല ബാച്ചുകളെ കൂട്ടിച്ചേരലുകളുണ്ടെങ്കിലും ഈ സുനിൽ 3 വർഷം കൂടി ഉണ്ട്, 2025 സുനിലിൻ്റെ ഒക്കെ. പിന്നെ അനീഫയോടൊപ്പം ഞങ്ങൾ LF പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പല സ്ഥാപനങ്ങളിലും പഠിച്ചുകൊണ്ട് പല തലത്തിലും ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും വളരെ സുഹൃത്ത് ബന്ധം തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളത് നമുക്കറിയാം. പല സംഗമങ്ങളിലും പങ്കെടുക്കാറുണ്ട്. പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം ഞാൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലും പഠിച്ചു പോകണവരൊക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഗമങ്ങൾ തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്നുള്ള കാര്യം. പിന്നെ പൊതുവെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും തുടർ നടപടികൾക്കും തുടർന്നുള്ള എല്ലാ പരിപാടികൾക്കും ഒപ്പം ഉണ്ടാവും, ചേർന്ന് നിൽക്കും. നമ്മളെ കഴിയുന്നത്ര സഹായങ്ങൾ നൽകും. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പിന്നെ നമ്മളിപ്പോൾ ഒരുവിധം പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കുടുംബസംഗമത്തിന്. അപ്പോൾ ഇതൊക്കെ ഞങ്ങളൊരു പ്ലാനിങ്ങിൽ കൂടെയാണ് കാര്യങ്ങൾ പോണത്. നിങ്ങളെ വനിതകളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ആ സമയത്ത് പറയാനായിട്ട് നല്ല നമുക്ക് പ്രീവിയസ് ആയിട്ട് നിങ്ങളെ എന്തെങ്കിലും ഒരു പ്ലാനിങ് നിങ്ങളെ ഭാഗത്ത് നിന്നുണ്ടെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കും. അത് ഇപ്പം തന്നെ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പം ഇതൊക്കെ ഇവിടെ ഒന്ന് പറയാം. സജഷൻസ് അത് ഞങ്ങളെ തീരുമാനങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങളോ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ റഷീദ് ഫുള്ളായിട്ട് മാഷെന്നെ തീരുമാനിക്കും കാര്യങ്ങൾ എങ്ങനെയെന്ന് ഞങ്ങളെ അംഗീകരിക്കും. ഞാൻ റഷീദൊക്കെ കൂട്ടിയിട്ട് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കും ഉണ്ടാവുമല്ലോ ഒരു അഭിപ്രായം. അപ്പോൾ ആ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം അതെങ്ങനെ നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആക്കുക എന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ. അതിൽ നിങ്ങളെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്
അതും കൂടി ചേർത്തായിരിക്കണം ലതയുടെ ആശംസയിൽ വരേണ്ടത്. എല്ലാവർക്കും നമസ്കാരം. എന്തായാലും ഇന്നിങ്ങനെ ഒത്തുചേരാൻ സാധിച്ചത് ഭയങ്കര സന്തോഷം. നമ്മളന്ന് 2 ആഴ്ച മുന്നേ അല്ലേ 2-3 ആഴ്ച മുന്നേ ഇതിൻ്റെ ഉദ്ഘാടനത്തിന് വന്നതാണ്. പ്രവർത്തക സമിതി ഇതിൻ്റെ ഉദ്ഘാടനത്തിന് വന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ ഇങ്ങനെ വീണ്ടും ഒത്തുചേരുന്നു. അന്ന് വന്നതിനേക്കാളും ലേഡീസ് കൂടുതൽ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും ഞങ്ങൾ ലേഡീസിൻ്റെ ഭാഗത്തു നിന്ന് സ്ത്രീകൾ തീർച്ചയായും ഉണ്ടാവും എന്ന് ഉറപ്പ് തരികയാണ്. കുറേ എല്ലാവരും വളരെ ആവേശത്തോടു കൂടിയാണ് അടുത്ത 24-ാം തീയതി വരാനായിട്ടിരിക്കുന്നത്. ഫാമിലിയും കൊണ്ടുവരണമെന്ന് പലരും പറഞ്ഞു, പലരും കൊണ്ടുവരുമായിരിക്കും. പിന്നെ സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഈ പരിപാടിയിൽ അധികം പ്രോഗ്രാമുകളൊന്നും ഇല്ല. ഞങ്ങൾ കുറച്ച് പേര് ഒരു കൈകൊട്ടിക്കളി കളിക്കുന്നുണ്ട്. അത് ഞങ്ങൾ ഉഷാറായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഞായറാഴ്ചകളിൽ പോയി ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതൊട്ടും മോശമാക്കില്ല എന്ന് ഉറപ്പ് തരികയാണ്. അതുണ്ടാവും. പിന്നെ കുറച്ച് പേര് ഗായികമാരൊക്കെ ഉണ്ട് ഞങ്ങളുടെ ഇടയിൽ. അപ്പോൾ അവർ അത്രയ്ക്ക് തന്നെയുള്ളൂ ഞങ്ങളുടെ പരിപാടികൾ. പിന്നെ ഫാമിലിയിലെ കുട്ടികൾ, ചെറിയ കുട്ടികൾ അവരുടെ 1-2 പ്രോഗ്രാം പറയുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് തോന്നിയത് കളിക്കാനായിട്ട് ഈ ഒരു സെറ്റപ്പ് മതിയാവുമെന്നാണ് അല്ലേ? പക്ഷേ അല്ല, ഇത്രയും ഒക്കെ മതിയാവൂലേ ഇന്നലെ അല്ലേ? ഇതല്ല അവിടെ ആ അപ്പോൾ ഞങ്ങൾ 8 പേര് കൂടി ഇങ്ങനെ കളിക്കുമ്പോൾ വിശാലമായി കളിക്കാൻ പറ്റുന്നു. അപ്പോൾ കുഴപ്പമില്ല അല്ലേ? മതിയായിരിക്കും. ഇല്ല അല്ല, അപ്പൊ അതൊക്കെ ഏകദേശം ശരിയായിട്ട് വരുന്നുണ്ട്. അതായിരുന്നു ഞങ്ങളുടെ ഒരു ആശങ്ക പറഞ്ഞത്. എല്ലാവരും പറഞ്ഞത് കളിക്കാൻ സ്ഥലമുണ്ടാവും. പക്ഷെ ഇത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കാണുമ്പോൾ. അപ്പം അതൊന്നും വലിയ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നു. എന്തായാലും ഇന്നിപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ എല്ലാവരും കൂടി ഒത്തുചേരാൻ സാധിച്ചതിൽ വളരെ വളരെ സന്തോഷം. ഇനി നമുക്ക് 24-ാം തീയതി ഇതിനേക്കാളധികം ആൾക്കാരായിട്ട് 9 മണി മുതൽ 5 മണി വരെ അടിച്ചു പൊളിക്കണം അല്ലേ? അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുവാണ്. നന്ദി. ഇതിൽ നമ്മൾ ലത ടീച്ചർ ഒരു ആശങ്ക രേഖപ്പെടുത്തി സ്റ്റേജിൻ്റെ കാര്യം. അപ്പോൾ അത് തീർച്ചയായിട്ടും ആശങ്ക വേണം. അതാണ് അതിൻ്റെ ഒരു സംഗതി. കാരണം അവർ കളിക്കാൻ തീരുമാനിച്ചിട്ട് പിന്നെ ആ നേരത്ത് സ്റ്റേജ് നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ റഷീദും അവർ ഷൈനൊക്കെ കൂടി നമ്മൾ അളക്കുമ്പോൾ മനീഷൊക്കെ ഉൾപ്പെടെ ഉണ്ട്, ദിലീപ് ഒക്കെ, നമ്മൾ 16 അല്ലേ 16 അടി നീളവും 16 അടി വീതിയുമാണ് സ്റ്റേജ്. പക്ഷേ സത്യം പറഞ്ഞാൽ അതല്ല, ഇവർ 8 പേര് കളിക്കുമ്പോൾ ഒരാൾക്ക് 2 അടി കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ 8 2 16. അപ്പോൾ കഴിഞ്ഞ ഫസ്റ്റ് നമ്മളെ പ്രോഗ്രാമിന് ആദ്യത്തെ 2019 കുടുംബ സംഗമത്തിൽ 10 പേര് കളിച്ചിട്ടുണ്ട്. അപ്പോൾ 10 പേരുണ്ടെങ്കിൽ ഒരു 20 അടി വേണ്ടി വന്നിരുന്നു. അപ്പോൾ അത് അത്ര വന്നിട്ടില്ലെങ്കിലും ആ സ്റ്റേജ് ഞങ്ങൾ ഇന്ന് അത് പറഞ്ഞത് നന്നായി. കാരണം 12 മണിക്കാരോട് പറയണ ആ സ്റ്റേജ് ഒന്നും കൂടി ഉറപ്പിക്കാൻ പറഞ്ഞ. കാരണം അത് ചവിട്ടി പൊളിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. 53 വയസ്സായി എന്ന് പറയുന്നതൊന്നും കാര്യമില്ല. ഇവർ ഉഷാറാണ്. അപ്പോൾ അതുകൊണ്ട് ആ സ്റ്റേജ് ഞങ്ങൾ ഒന്നും കൂടി എന്താ പറയുക കൂടുതൽ ദൃഢപ്പെടുത്താവുന്ന പണി ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റേജ് അല്ലല്ല കൂടി നിങ്ങൾ കട്ട പിടിച്ചിട്ട് കളിക്കേണ്ട സ്ഥിതി വരില്ല. നിങ്ങൾക്ക് വിശാലമായി 2 കൂളർ സ്റ്റേജിൽ വെക്കും. നമ്മൾ 6-7 ഫാനുകൾ ചുറ്റും വയ്ക്കുന്നുണ്ട്. 2 കൂളർ സ്റ്റേജിൽ വെക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ സ്റ്റേജ് പ്രോഗ്രാം നടക്കുമ്പോൾ തന്നെ അപ്പോൾ അതിനും കൂടിയുള്ള സംവിധാനം അതിലുണ്ടായിരിക്കും. അപ്പോൾ 16 സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നല്ല സ്റ്റേജാണ്. നമുക്ക് നന്നായി കളിക്കാൻ പറ്റും. കൾച്ചറൽ പ്രോഗ്രാമൊക്കെ നടത്തുമ്പോൾ പിന്നെ നമ്മൾ ലൈവായിട്ട് മറ്റേ വീഡിയോ എല്ലാം ഉള്ളതാണ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ സീലിംഗ് ചെയ്യുന്നുണ്ട്. പിന്നെ നിരത്ത്
ഫുള്ള് നമ്മൾ കാർപ്പറ്റ് ഇടും. പിന്നെ ആ വശത്ത് നമ്മൾ ഫ്രണ്ടിൽ, അത് ഋഷി പറഞ്ഞോ അറിയില്ല, ഫ്രണ്ടിൽ നമ്മൾ ഒരു വലിയ പന്തൽ രജിസ്ട്രേഷൻ കമ്മിറ്റിക്ക് ഒരുക്കുന്നുണ്ട്. അവിടെ ഒരു ലൈവ് ഒരു ടീ സ്റ്റാളുണ്ട്. എപ്പോഴെങ്കിലും ഏത് സമയത്തും ചായ കുടിക്കാൻ വേണ്ടി ഉള്ള ഒരു നാടൻ ചായക്കടയുടെ രൂപത്തിൽ ഒരു ടീ സ്റ്റാൾ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ വലിയ തോതിലുള്ള ഒരു ഗേറ്റ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു സ്കൂളിൽ നിന്നും മാറി മറ്റൊരു സ്ഥലത്താവുമ്പോൾ ആ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി ഒരു മുന്നോടിയായി 9 മണിക്ക് തന്നെ ഒരു ചെണ്ടമേളം വേണോ എന്ന കാര്യം പ്രോഗ്രാം കമ്മിറ്റി ആലോചിക്കുന്നുണ്ട്. ഒരു ചെണ്ടമേളയ്ക്ക് ആവുമ്പോൾ സത്യം പറഞ്ഞാൽ ഗുരുവായൂരിലെ ഒരു ഉത്സവ പ്രതീതി, ഇങ്ങനെ ഒരു സംഭവം MRRM ഹൈസ്കൂൾ ചാവക്കാട് എന്ന സ്ഥാപനത്തിൻ്റെ 83-84 ബാച്ച് നടത്തുന്ന ഈ സംഗമം. അപ്പോൾ ജനങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, നമ്മൾ എന്താണ് ഇവിടെ നടത്തുന്നത് എന്നതിനെ സംബന്ധിച്ച്. പിന്നെ ഇവിടുത്തെ മൈക്ക് പെർമിഷൻ കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് പോലീസുമായി തൊട്ടപ്പുറത്താണ് നമ്മുടെ അയൽവാസിയാണ് പോലീസ്. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ നമ്മൾ ഇതിൻ്റെ അപ്പുറത്താണ്, റാഫിയുടെ സുഹൃത്താണ്, അയൽവക്കാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്കൊരു പെർമിഷൻ പറയണം, ആ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഭക്ഷണം കൊടുക്കാനായിട്ട് നമ്മൾ ആ പോർഷൻ നമ്മളെ ഈ ഇരിക്കുന്നതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഏരിയയിൽ ഭക്ഷണം കൊടുക്കാനും അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ബേസിൻ വേറെ അറേഞ്ച് ചെയ്യാനും ഇത് കംപ്ലീറ്റ് മറയ്ക്കും. ഇവിടെ ബേസിൻ കുറേ ഉണ്ട്, പക്ഷേ ഇതൊക്കെ നമ്മൾ മറയ്ക്കും. പിന്നെ മഴ കൊള്ളാതിരിക്കാൻ, മഴ പെയ്യും എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ടാർപോളിനൊക്കെ അപ്പുറം എല്ലാ സൈഡും മറച്ച് ലൈറ്റൊക്കെ കൊടുത്ത് ആ നിലയിൽ ചെയ്യണം. പിന്നെ നമ്മളെ സ്ത്രീകൾക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി 2 റൂം, അത് രാവിലെ തന്നെ അതിൻ്റെ താക്കോല് അതിൻ്റെ ചുമതല ഏൽപ്പിക്കുന്ന ആളുകൾക്ക് ആ താക്കോല് കൊടുക്കും. മറ്റ് യാതൊരു റൂമുകളിലും നമ്മളാർക്കും പ്രവേശനമില്ല. ഈ ബിൽഡിങ്ങിൻ്റെ 2 റൂം, ടോയ്ലറ്റ് സംവിധാനത്തോട് കൂടിയ 2 റൂം, അവരുടെ ബാഗും ഡ്രസ്സും വെക്കാനായിട്ട് ആ സംവിധാനങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നമ്മൾ വേറെ സ്ഥലത്താണെങ്കിൽ നമുക്ക് വേറെ റൂമൊക്കെ എടുക്കണം. അപ്പോൾ ഇവിടെ അതിൻ്റെ റൂമും സംവിധാനങ്ങളുണ്ട്, അപ്പോൾ അത് കൊടുക്കും. പിന്നെ ഷൈൻ സൂചിപ്പിച്ച പോലെ ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെ തന്നെ സുഗമമായ നിലയിൽ. സാധാരണ ഒരു വീട് എന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ പരിമിതമായ ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഉണ്ടാവും. ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇതൊരു ലോഡ്ജ് ആയി പ്രവർത്തിച്ചിരുന്ന സ്ഥാപനമാണ്. കോവിഡിൻ്റെ കാലഘട്ടത്തിൽ നിർത്തിവെച്ചതാണ്. അപ്പോൾ അതിനിപ്പോൾ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞ് ഇവിടെ ഗംഭീരമായി കഴിഞ്ഞാൽ റാഫിക്ക് ഇപ്പോൾ തന്നെ ജ്വല്ലറിയിൽ പോകാൻ നേരം കിട്ടില്ല. ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുക, ആ റൂം എങ്ങനെ ഇനി ഞങ്ങൾക്ക് ഇവിടെ ലോഡ്ജ് നടത്താൻ വേണ്ടി കൊടുക്കുമെന്ന് ചോദിച്ചിട്ട്. റാഫി 24-ാം തീയതി വരെ വെച്ചിരിക്കുന്നത്. 25-ാം തീയതി രാവിലെ ഇത് വേറെ, ഇത് ഒരു റാഫിപുരം, നമ്മൾ പേരൊക്കെ നിശ്ചയിച്ചു ഈ സ്ഥലത്തിന്. റാഫിപുരം അല്ലേ, റാഫിപുരം, പിന്നെ മുഗൾ പറമ്പ് അതാണ് നമ്മുടെ ഈ പേര്. അങ്ങനെ അറിയപ്പെടുന്ന ഒരു സ്ഥിതി. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഈ ജംഗ്ഷൻ, നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ജംഗ്ഷനിൽ ഞങ്ങളൊക്കെ ഒരു 10-ാം ക്ലാസ്സിൽ പ്രീ പഠിക്കുന്ന, അതിൻ്റെ മുമ്പ് തന്നെ കോയ എന്ന് പറയുന്ന, കോയക്ക എന്നാ പറയുക, അദ്ദേഹത്തിൻ്റെ ചായക്കടയായിരുന്നു. ഒരു ഓലമേഞ്ഞൊരു ചായക്കട ഉണ്ടായിരുന്നു. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളൊക്കെ കൂടി ഇട്ട പേരാണ് കോയ ബസാർ. ഇപ്പോഴും ഇവിടെ കോയ ബസാർ എന്നാ പറയാം. അതുപോലെ നമ്മുടെ ഭരതൻ മാഷുണ്ട്. നമ്മളെ ഭരതൻ മാഷുടെ ഭാര്യ ദേവു ടീച്ചറുടെ അച്ഛനാണ് മാമ എന്ന് പറയുന്ന ആള്. അദ്ദേഹത്തിൻ്റെ ചായക്കടയായിരുന്നു നമ്മളെ മാമ ബസാർ. ചരിത്രം അതൊക്കെ. അദ്ദേഹത്തിൻ്റെ ചായക്കടയായിരുന്നു മാമ ബസാർ. അന്ന് മാമാ ബസാർ എന്ന് പറയുന്ന, അമ്പളിക്ക് അറിയാം അല്ലേ, മാമാ ബസാർ എന്ന് പറയുന്ന സ്ഥലത്ത് യാതൊരു സ്ഥാപനമല്ല, ഒരു ചായക്കട, ഓലമേഞ്ഞ ഒരു ചായക്കട മാത്രമേ ഉള്ളൂ. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അവിടെ ആ ആളുകൾ അവിടെ മാമാ ബസാർ എന്ന പേരിട്ടത്. അതുപോലെ നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന സമയത്താണ് കോയക്കാന് കോയ ബസാർ എന്നിട്ടത്. അതുപോലെ ഈ പ്രദേശത്ത് ഒരു മുഗൾ പറമ്പ് എന്ന നിലയിൽ, ഇതിന് ശക്തമായ നിലയിൽ ഒരു പേര്. എന്താ ഫോട്ടോ എടുക്കണേ? ഇവിടെ പിഷാരടിക്ക് എടുത്ത് വെച്ച കട്ട്ലറ്റ്, അത് ഷംസു കട്ട് തിന്നാ. അതെന്താ വെച്ചാൽ ഞങ്ങൾ 10-ാം ക്ലാസ് ടീക്കാര് ഞങ്ങൾ ചോറും പാത്രത്തിൽ നിന്നൊക്കെ കട്ടൊക്കെ തിന്നിരുന്നു. അത് 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 ആ 10-ാം ക്ലാസ് ടീക്കാരുടെ ഒരു സ്വഭാവമാണ്. അത് കട്ട് തിന്നാന്ന് പറയാൻ പറ്റില്ല, അത് മോഷ്ടിക്കാനേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി നമുക്ക് നമ്മൾ അനീഫ 2 വാക്ക് സംസാരിക്കും. ഷംസു ആരും കണ്ടിട്ടില്ല കേട്ടോ.
അതെ, ഇനി കട്ടുന്ന ആരും കണ്ടിട്ടില്ല. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ പിഷാരടിന് എന്താ പറയുക, കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. കാരണം പുള്ളി നേരത്തെ ഇവിടെ വന്നിരുന്നാണ് ഞാൻ അറിഞ്ഞത്. വന്നപ്പോൾ ഇവിടെ ബാനർ വായിച്ച് നോക്കി. അങ്ങനെ വായിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ടൈം വൈകിട്ട് 6 മണിക്കെന്നാണ്. അപ്പോൾ പിഷാരടി പറഞ്ഞു, അപ്പോൾ ഇനി 7 മണിക്ക് വരുള്ളൂ എന്നാണ് പുള്ളി പറയുന്നത്. അതിന് ഉത്തരവാദിത്തം പ്രസിഡന്റ് സുനി മാഷിനെ ആണെന്നുള്ള ഉറപ്പിച്ച് പറയുന്നത്. എങ്ങനെയെങ്കിലും വിളിച്ചു കൊടുക്കണോ നല്ലത്. വരുന്നുണ്ട്, അടുത്ത ആൾ വരുന്നുണ്ട്. അതെ, ചായ മുഴുവനും ഷംസ് കുടിച്ച് തീർത്തുണ്ട്. നിങ്ങൾ ഇനി വെള്ളം കുടിച്ച് തൃപ്തിപ്പെടേണ്ടി വരും. പിന്നെ കുറച്ച് ഓർമ്മകൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ തെണ്ടിയിൽ എന്താ പറയുക, തെണ്ടികൾ 9D 10D അല്ലേ, നമ്മളെല്ലാ ഇപ്പോൾ ലത സുബൈദ ഞങ്ങളെല്ലാവരും ഓരോ ക്ലാസ്സിൽ നിന്നായിരുന്നു. പക്ഷേ ഈ 2 കൊല്ലം പഠിച്ചിട്ടും അന്ന് ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടേ ഇല്ലല്ലോ. ഇല്ല, ഞങ്ങൾ അറിയില്ല. അങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കി അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കും. ഇപ്പൊ പറയണ അതല്ല, ഇത് എനിക്ക് മാത്രമല്ല, സുനിമാഷിക്കുണ്ട്, ഷൈനുണ്ട്, എല്ലാവർക്കും ഉണ്ട് ഓരോ സ്വകാര്യങ്ങൾ. ഇപ്പൊ പറഞ്ഞ ആചിക്കണില്ല. അത് നിങ്ങൾ അറിയില്ലല്ലോ. പിന്നെ ഞങ്ങൾക്കറിയാലോ. സുനിമാഷിക്കില്ല അത്ര ഷൈന അറിയാത്ത പോലെ. എല്ലാം ഒന്ന് കേൾക്കണ്ട, ഇനിയിപ്പോൾ പിന്നീട് പറഞ്ഞുതരും. അതുപോലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇപ്പോൾ ശശിധരൻ ഞാനും ഞങ്ങൾ ഒരുമിച്ചാണ് എപ്പോഴും ഉണ്ടാവുക. ഇപ്പോൾ ഞങ്ങൾ സ്കൂളിൽ വരുമ്പോൾ അപ്പോൾ ഒരാൾ ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഒരാൾ കൊണ്ടായിട്ട് നമ്മൾ ഇപ്പോൾ 2 പേരും ഭക്ഷണം കഴിക്കില്ല. ഞങ്ങൾ പുറത്ത് പോയി അന്ന് തന്നെ ഹീറോ ഹോട്ടലിൽ പോയിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുക. ഇതുപോലെ തന്നെ പരസ്പരം അങ്ങോട്ടും എപ്പോഴും ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്ന വരലൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ പുറത്ത് പോയി, അപ്പോൾ അടുപ്പങ്ങൾ കുറച്ച് കുറഞ്ഞു വന്നാലും ഞങ്ങളെപ്പോഴും ബന്ധപ്പെടാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നാടകം കളിക്കണ നാടകത്തിൽ അതിലൊരു ബ്രാഹ്മണനായിട്ടാണ് ഞാനും ഒരു റോളുണ്ടായിരുന്നു. അന്ന് എന്നെക്കൊണ്ട് അങ്ങനെ അഭിനയിപ്പിച്ചു എന്ന് പറയാം. അതുപോലെ തന്നെ പിന്നെ ഒരു വലിയൊരു കഴിവുണ്ട് എനിക്കുണ്ട്, തബല കൊട്ടലിട്ടാ. തബല കൊട്ട എനിക്കറിയാം. അതായത് അന്നത്തെ ഒരു എന്താണ് ഗാനമേള അവതരിപ്പിക്കുമ്പോൾ ഗാനമേള ഇതിൽ പരിപാടികൾ പേര് കൊടുത്തു അവസാന നിമിഷത്തിൽ. അപ്പോൾ അതിനകത്ത് വേണുമായിരുന്നു അതിൽ പാട്ട് പാടിയിരുന്നത്. അപ്പോൾ ഓരോരുത്തരും ആ സ്റ്റോർ റൂം തുറന്നപ്പോൾ ഓരോരുത്തരും ഓരോ ഇൻസ്ട്രുമെൻ്റ് എടുത്തു. പിന്നെ തബല എടുക്കാൻ ആരുമില്ല. അപ്പം എന്നോട് പറയും അടുക്കും. അങ്ങനെ അത് കൊടുന്നപ്പോൾ ശബ്ദം വരുന്നില്ല. അത് എങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്ന അറിയില്ല. ഇതൊക്കെ ടൈറ്റ് ഒന്നും കാര്യങ്ങൾ ആർക്കൊന്നും അറിയില്ല. അപ്പോൾ ആരോ ഒരാളവിടെ ഉണ്ടായിരുന്നു. അയാളെന്തോ ഒരു കട്ടകളൊക്കെ നീക്കി വെച്ച് ശബ്ദം കുറച്ചൊക്കെ വന്നു. പക്ഷേ ആ തബല കുട്ടിയിൽ ആ ഇവന്റിൽ ഫസ്റ്റാണ് വാങ്ങിയത്. ഫസ്റ്റ് കിട്ടി അതിൽ. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ഞാൻ തബല കുട്ടിയായിരുന്നു, അത് പാട്ട് പഠിക്കല്ലേട്ടാ. അങ്ങനെ ചെറിയ ചെറിയ ഓർമ്മകൾ. ഇതുപോലെ ഓരോരുത്തരെ എന്താ പറയുക എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ നന്നായിരുന്നു. ഷൈന് കുറേ പറയാനുണ്ട് കേട്ടോ. ആരെങ്കിലും പറയണോ? അത് പറഞ്ഞു വാ. സുബൈദ ഒന്നും പറയല്ലേ, എന്തേലൊക്കെ പറയേ. പിഷാരടി പറഞ്ഞ സുബൈദ വാ, എന്തേലും പറയണ്ടാവുന്നേ. തല്ലൂടിയതാ, പിച്ചിയതാ, നുള്ളിയതാ, അമ്പിളി, എന്തേലൊക്കെ പറയാം. മതിയോ? ഇന്നലേക്ക് പറയാനില്ലേ?
കൂട്ടുകാരെ, ഞാൻ എന്താ പറയാനുള്ളതൊക്കെ ഇവിടെ അനീഫ മുഴുവൻ പറഞ്ഞു. പിന്നെ ടെൻഡിക്കാര് പറഞ്ഞ പോലെ ടെൻഡിക്കാര് എന്തിനാ ഇറങ്ങി പുറപ്പെട്ട ഫസ്റ്റ് വാങ്ങിച്ചിരിക്കുമോ സത്യം തന്നെ. ഗേൾസ് ആയാലും ബോയ്സ് ആയാലും ഒരു ഒപ്പന അല്ലേ, ഒപ്പന അല്ലേ, ശശിധരൻ, അനീഫ, ഷംസു, പ്രമോദ് അല്ലേ വേണം. ഇതേപോലെ നമ്മളൊരു പൂക്കള മത്സരം ഉണ്ടായിരുന്നില്ലേ, നമ്മളെ പത്മിനി ടീച്ചറായിരുന്നു നമുക്ക്. അതേപോലെ നമ്മളെ തിരുവാതിരക്കളി പത്മിനി ടീച്ചർ അല്ലേ, ടീച്ചർ തന്നെയാണ് നമുക്ക് അല്ല സ്റ്റെപ്പ് വരെ പറഞ്ഞു തന്നിട്ടേ നമ്മൾ തന്നെയായിരുന്നു ഫസ്റ്റ്. വലിയൊരു നല്ലൊരു 7ാം ക്ലാസ്സിൽ വന്നിട്ട് 7, 8, 9, 10 ഡി ക്ലാസ് തന്നെയായിരുന്നു. എല്ലാവരും നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. 2, 3 പേര് മാത്രമേ 8ൽ പോയിട്ടുള്ളൂ. എന്നാലും നമ്മളെ കൂടെ ഉണ്ടായിരുന്നവർ ക്ലാസ്സിലില്ലെങ്കിലും വലിയൊരു സന്തോഷം തന്നെ. എനിക്ക് കൂടുതലൊന്നും പറയണില്ല. ഇനി എന്താ പറയാ, എല്ലാവിധ ആശംസകളും നമുക്ക്. ഞാനൊരു ദിവസം സ്കൂളിൽ ലതയ്ക്കറിയാം, സ്കൂളിൽ നമ്മുടെ ഈ കോവിഡിൻ്റെ സമയത്ത് സ്കൂളിലെ ആ നഴ്സറി ക്ലാസ്സിൻ്റെ പഴയ ഡി ഓഫീസ് അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ സ്കൂളിലെ ഒരു ഇപ്പോഴത്തെ സ്റ്റാഫ് വിവേക് എന്ന് പറയും, അയാൾ നമ്മുടെ സ്റ്റോർ റൂമിൽ കുറേ ഡോക്യുമെൻ്റ് തരികയായിരുന്നു. അതായത് ജാമ്പുവാൻ്റെ കാലത്തുള്ള പല രേഖകൾ. അപ്പോൾ ആ രേഖ പരിശോധിക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി ചെന്ന് 83, 84 രജിസ്റ്ററിൻ്റെ വല്ല കോപ്പി കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പിന്നത്തെ 2-4 ദിവസം കഴിഞ്ഞപ്പോൾ 83, 84 കുറച്ച് രജിസ്റ്റർ കൊടുന്ന് വെച്ച് വന്നു. അപ്പോൾ ആ രജിസ്റ്റർ നോക്കിയപ്പോൾ ഏറ്റവും ആദ്യം കിട്ടിയത് 10ാം ക്ലാസ് എ ക്ലാസ് കിട്ടി. അപ്പോൾ നോക്കുമ്പോൾ അതിൽ ആ ഫ്രണ്ട് പേജ് ഞാൻ ഫോട്ടോ എടുത്തു, ഒരു അമൂല്യം നിധി പോലെ ഫോട്ടോ എടുത്തു. പിന്നെ 10ാം ക്ലാസ് സി ക്ലാസ് കിട്ടി. പിന്നെ ബി കിട്ടിയിട്ടില്ല. സി കിട്ടിയപ്പോൾ അതും ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ 10ാം ക്ലാസ് ഡി ഞങ്ങൾക്കൊന്ന് കിട്ടണമെന്നുണ്ടായിരുന്നു, അത് കാണാനില്ല. അങ്ങനെ നോക്കുമ്പോൾ കുറേ ഫയൽ നോക്കുമ്പോൾ ഒരു പേജ് ഇരിക്കുന്നത്, അതിൽ നമ്മളുടെ ക്ലാസ്സിലെ അന്നത്തെ കുട്ടികളുണ്ടായി. അപ്പോഴാണ് പലരും നമ്മളൊപ്പം പഠിച്ചിട്ടില്ല എന്നൊക്കെ മനസ്സിലായത്. എന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഗ്രൂപ്പിൽ അയച്ചിരുന്നു. അപ്പോൾ അതിലിപ്പോഴും 10ാം ക്ലാസ് ബിക്കാരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അവർ അവിടെ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. 10ാം ക്ലാസ് ബിക്കാർ ഇപ്പോൾ ഇതാ വരുന്നത് സിനി, നമ്മളെ അനിലിൻ്റെ അനിലിൻ്റെ സഹധർമ്മിണി നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി തന്നെയാണ് എത്തുന്നുണ്ട്. റഷീദ് നേരെ നടന്നു വരുന്ന ആ അന്നനട വീഡിയോയിൽ പറഞ്ഞു സിനി ഇരിക്കും. കഴിഞ്ഞ നമ്മളെ കുടുംബസംഗമത്തിൽ 9 മണി മുതൽ രജിസ്ട്രേഷൻ കൗണ്ടർ നിയന്ത്രിച്ചിരുന്നത് ശ്രീമതി സിനി ആണ്. അപ്പോൾ ഇത്തവണ രജിസ്ട്രേഷൻ കൗണ്ടറിൽ നിയന്ത്രിക്കാൻ സിനി ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ രജിസ്ട്രേഷനിൽ വെറുതെ വന്നാണ് ഇല്ല അല്ലേ? 20-ാം തീയതി അനിൽ വരും. അനിലിനവിടെ ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ല. നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പിഷാരടി അദ്ദേഹത്തെ വിളിക്കാൻ ബാബു പോയിട്ടുണ്ട്. ബാബുവിനെ അന്വേഷിച്ച് ഞാനൊന്ന് പൊക്കോട്ടെ. പിഷാരനെ അന്വേഷിച്ചിട്ട് ബാബു പോയിട്ടുള്ളത്. ബാബുവിനെ അന്വേഷിച്ച് ഞാനൊന്ന് പോവുക. ഞാൻ ഒന്ന് പോയി കുറച്ച് കഴിഞ്ഞാൽ ഷൈൻ എന്നെ അന്വേഷിച്ചിട്ടൊന്ന് വന്നാൽ ഈ പരിപാടി അല്ല ഷൈൻ. ഇനി നമുക്ക് ആരെ ചന്ദ്രമതി സംസാരിക്കുക. 10ാം ക്ലാസ് ബിക്കാരെ കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല. മോശമുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു. അതിന് മറുപടി നിങ്ങൾ പറയാനാ ഞാൻ പറഞ്ഞത്. എല്ലാവരും ഓരോ വാക്ക് പറയണത് നല്ലതാണ്. ഇപ്പം 10ൽ പഠിക്കുമ്പോൾ സുബൈദ പാവയായിരുന്നു.
ഇപ്പോഴും അവളെ വിളിച്ചപ്പോൾ വരുന്നില്ല പറഞ്ഞു. എന്ത് രസമായിട്ടാണ് അവള് സംസാരിച്ചത്. പിന്നെ മാഷ ആ വീഡിയോ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ പിന്മാറി ബാക്കിലോട്ട് ഇരുന്നാലാണുള്ളൂ, മുന്നോട്ട് വന്ന് നോക്കാവും. അതുപോലെ തന്നെ നിങ്ങളെ ഗ്രൂപ്പ് മുന്നോട്ട് വരണമെന്ന് ഞാൻ പറയണത്. അപ്പം എല്ലാവരും ഒന്ന് ഇതൊക്കെ തന്നെ പ്രാക്ടീസ്. ഇത് നമുക്ക് സ്കൂളിൽ കിട്ടിയില്ല, അപ്പം ഇപ്പം ചെയ്യാം. വയസ്സായ കാലത്ത് ചെറുപ്പകാലത്തിന് കിട്ടിയില്ല, വയസ്സായിട്ടില്ല. മാഷ്ക്ക് പിന്നെ എന്നും ഇതാണ് ശീലം. സ്കൂളിൽ തന്നെ പണി, പുറത്തിറങ്ങിയാൽ തന്നെ പണി. രാഷ്ട്രീയം പ്രസംഗിച്ചിട്ട് പക്വത വന്നിരിക്കുകയാണ്. രാജീവ് ഒരു 2 വാക്ക് സംസാരിക്കാൻ. അദ്ദേഹം ഈ സ്റ്റാമ്പ് ഇല്ല. അപ്പം നമുക്ക് ഒരു 2 വരി മനോജിൻ്റെ ഒരു ഗാനം ആസ്വദിക്കാം, അതിനുശേഷം സംസാരിക്കാം. കുഴപ്പമില്ലല്ലോ? ഒരു 2 വരി മനോജ് പാടട്ടെ. അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ എല്ലാവരും മേലൊക്കെ തട്ടി കേൾക്കുന്നില്ല. ഈ പ്രോഗ്രാം വിജയിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാ ദിവസവും അനുഭവിക്കണം. ഇതൊന്നല്ല, കുറച്ചും കൂടി കഴിയണോ. അത് ആ ഓഫീസിൻ്റെ ഉള്ളിൽ കണ്ട് കയറി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. കൊതുക് തിരി വെച്ചിട്ടും കാര്യമില്ല. പിന്നെ ആകെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ ഗേറ്റ് അടച്ചിടും, അത് മാത്രമേ ചെയ്യാനുള്ളൂ. ആകെ കൊതുകില്ല. ഷംസു വരുന്നുണ്ട്, 2 വാക്ക് പറയാം. പ്രിയപ്പെട്ടവരെ, 2 വാക്ക് ആരെയും സംസാരിക്കട്ടെ. അമ്പിളി മണവാട്ടി, അമ്പിളി വരൂ. എവിടെ ഇല്ല? എന്നാ പാട്ട് വരുന്നുണ്ട്. പാട്ട് അശോകൻ അനുഭവം വല്ലതും പറയാനുണ്ടോ? അശോകൻ്റെ അനുഭവങ്ങൾ, കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള അനുഭവങ്ങൾ. പറയൂ വരൂ. കൈതോല പായ വിരിച്ച് പായലോ പറന്നെല്ല് അളന്ന് കാത് കുത്താനെപ്പോ വരും നിന്നമ്മവന്മാര് പൊന്നോ. കാത് കുത്താനെപ്പോ വരും നിന്നമ്മവന്മാര് പൊന്നോ. കുന്നത്തങ്ങാടി ഷാപ്പിൽ കേറി പള്ള നിറയെ കള്ളു കുടിച്ച് ആടിയാടിട്ടപ്പോ വരും നിന്നമ്മവന്മാര് പൊന്നോ. ആടിയാടിട്ടപ്പോ വരും നിന്നമ്മവന്മാര് പൊന്നോ. കൈതോല പായ വിരിച്ച് പായലോ പറന്നെല്ല് അളന്ന് കാത് കുത്താനെപ്പോ വരും നിന്റെ അമ്മാവന്മാര് പൊന്നോ. കാത് കുത്താനെപ്പോ വരും നിന്റെ അമ്മാവന്മാര് പൊന്നോ. കൈതോല പായ വിരിച്ച് പായലോ പറന്നെല്ല് അളന്ന് കാത് കുത്താനെപ്പോ വരും നിന്റെ അമ്മാവന്മാര് പൊന്നോ. കാത് കുത്താനെപ്പോ വരും നിന്റെ അമ്മാവന്മാര് പൊന്നോ. അടുത്തായി നമ്മളെ സുഹൃത്ത് ലളിതാംബിക ഒരു പാട്ട് പാടും. ചന്ദ്രരശ്മിതൻ ചന്ദന നദിയിൽ സുന്ദരിയാമൊരു മാൻപിടാവ്
പുഷ്പം വിടരുന്നു വിടരുന്നു ചന്ദ്രരശ്മിതൻ ചന്ദന നദിയിൽ സുന്ദരിയാമൊരു മാൻപേട പാടിയാടി നീരാടി പവിഴത്തിരകളിൽ ചാഞ്ചാടി ചന്ദ്രരശ്മിതൻ ചന്ദന നദിയിൽ സുന്ദരിയാമൊരു മാൻപേട പാടുന്നു സുനികാവി
മുഞ്ചായ മുഞ്ചുകൾ കകിലം കഞ്ചകമേറിയ യൂസഫ് നബി ചഞ്ചലപ്പൂരണ്ടിൽ ഒളിക്കൊണ്ട് ചുലകാതി വന്നേറിഞ്ഞേ ചെമ്പകപ്പൂ തേനിതളന്തരം ചന്ദിര സുന്ദര പൂമുഖമതുക്കും ഗസലുകൾ തൻ പൊന്നൊളിഞ്ഞാലൈ പാടുന്ന സുലേഖ ബീവി. പാട്ട് ഉഷാറായില്ല ഇനി പാടണോ? ജമന്തിപ്പൂക്കൾ ജനുവരിയുടെ മുടി നിറയെ ജമന്തിപ്പൂക്കൾ എന്റെ പ്രിയതമയുടെ ചൊടി നിറയെ സുഗന്ധിപ്പൂക്കൾ സുഗന്ധിപ്പൂക്കൾ ജമന്തിപ്പൂക്കൾ ജനുവരിയുടെ മുടി നിറയെ ജമന്തിപ്പൂക്കൾ എന്റെ പ്രിയതമയുടെ ചൊടി നിറയെ സുഗന്ധിപ്പൂക്കൾ സുഗന്ധിപ്പൂക്കൾ ജമന്തിപ്പൂക്കൾ. സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലി പോരുമീ സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലി പോരുമീ രാഗാദ്രമായി നീ മോഹങ്ങൾ തന്നുപോയി രാഗാദ്രമായി നീ മോഹങ്ങൾ തന്നുപോ പ്രേമത്തിൽ കഥകളുമായി പറന്നു വന്നു തെന്നലെ പദ 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 സര സദ പദ 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 സരി സദ പദ സദ സരി സരി മരി മരി സദ സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലി പോയി. കരളു കരളു മനസ്സ് മനസ്സുമായി ആടി പാടി ചേർന്നല്ലോ കരളു കരളു മനസ്സ് മനസ്സുമായി ആടി പാടി ചേർന്നല്ലോ ഇളങ്കിളി ഇണക്കിളി ഇനിയും നീ വരികില്ലേ കുളിരുമായി നീ പതിലുമായി നീ മധുരഭാഷണി പറന്നു പറന്നു